ബോംബ് ഉണ്ടാക്കാൻ അല്ല, നമുക്ക് ചായ ഉണ്ടാക്കാൻ പോലും ബോംബ് ഉണ്ടാക്കാൻ പോലെ അവൻ പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് അത് പ്രത്യേക ആനിമയിൽ എടുത്തു പറയുന്നുണ്ട്, ദിസ് ഇസ് ദ റിയൽ റെസിപ്പി, ഡോണ്ട് ട്രൈ ഇറ്റ് അറ്റ് ഹോം. ഒരിക്കലും ഇല്ല. കൊണിച്ചിവ സുഹൃത്തുക്കളെ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സാംസ്കാരിക വീപ്സ് ബൈ ഷിനിഗാമി സ്റ്റുഡിയോസ്. ഇന്ന് നമ്മൾ വളരെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ജുബേറിന് ഒരുപാട് എൻക്വയറീസും ക്വസ്റ്റ്യൻസ് കിട്ടിയ ഒരു എപ്പിസോഡാണ് അനിമേ ജോൺറസ്. എക്സ്പ്ലെയിനിങ് അനിമേ ജോൺറസ്. നമ്മളിവിടെ ആനിമേ ഈ പറഞ്ഞ പോഡ്കാസ്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് എല്ലാം പറയുന്നുണ്ട്, ഇന്ന ജോൺറയപ്പെട്ടതാണ്, ഇന്ന ജോൺറയപ്പെട്ടാണ്, എച്ചാണ്, ഹരമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് എന്താണ് ജോൺറ എന്നുള്ളത് ഒരുപാട് നാളായിട്ട് ആനിമേ കാണുന്ന പലർക്കും പോലും അറിയത്തില്ല. ഏതോ ഒരു എപ്പിസോഡില് ഇവൻ തന്നെ കുറച്ചൊക്കെ ഇതിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വീഡിയോക്ക് ഇടയിൽ, അതൊരു വേറൊരു ടോപ്പിക്കിന്റെ ഇടയിൽ പറയുന്നുണ്ട്, അത് പലരും കേൾക്കുന്നുമില്ല. അപ്പോഴായിട്ട് അവർ നമ്മളത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കും, ബ്രോ ഈ പറഞ്ഞ ജോൺറയെ പറ്റിയൊരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്, 2 വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും പറഞ്ഞാൽ അത് ഏത് വീഡിയോക്കകത്ത് അവർ കേട്ടിട്ടില്ല അവർ. സോ അങ്ങനെ ഒരുപാട് എൻക്വയറി വന്നത് കാരണം നമ്മളൊരു ഇവൻ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങളും അവനോട് അതാ ചോദിച്ചത്, നമ്മള് പറഞ്ഞിട്ടില്ലേ. പിന്നെ കൂലങ്കഷമായി ആലോചിച്ചപ്പോഴാണ് ഒരു ഫുൾ ലെങ്ത് എക്സ്പ്ലനേഷൻ വീഡിയോ, ഒരു ബിഗിനർ ടു ഇന്റർമീഡിയറ്റ് എല്ലാവർക്കും ആനിമയ്ക്കകത്ത് ഉള്ള ആൾക്കാർക്ക് ആവാൻ വേണ്ടി ഒരു വീഡിയോ, ഈ പറഞ്ഞ ജോൺറസ് എന്താണെന്നുള്ളത്, എവിടെ തുടങ്ങണം, എങ്ങനെ തീർക്കണം. കാരണം നമ്മളിപ്പോൾ സിനിമയുടെ ജോൺറുകൾ പറയാൻ ഡ്രാമ, അല്ലെങ്കിൽ ഹൊറർ, ഫാന്റസി, ത്രില്ലർ, മിസ്റ്ററി, ആക്ഷൻ, ഇപ്പം ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. പക്ഷെ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും കുറേ ജാപ്പനീസ് വേർഡ്സ് ഇതിനിടയ്ക്ക് കയറി പലർക്കും മനസ്സിലാവുന്നില്ല എന്താണ് സംഭവം എന്നുള്ളത്. അത് മാത്രമല്ല മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ് തന്നെ ഒരുപാട് പേര് അടികൂടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഷിനിഗാമി സ്റ്റുഡിയോസിൻ്റെ വാട്സപ്പ് ചാറ്റിനകത്ത് ബ്ലൂ ലോക്ക് ഒരു ബ്ലൂ ലോക്ക് ഒരു സ്പോർട്സ് ആനിമ അല്ല, എന്ന് ഒരു ഫാന്റസി ആനിമ ആണെന്നുള്ള ഒരു ചർച്ച വന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞ് ഇതണക്ക് അല്ല, അതൊരു സ്പോർട്സ് ആനിമയാണ്. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മറ്റേ ഒരു ബുള്ളിങ് സെറ്റപ്പിലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അതാടാ മറ്റേടാ മറിച്ചാടാന്ന് പറഞ്ഞ് എന്നെ ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് അല്ല, അത് സ്പോർട്സ് ആനിമ അല്ല, മറ്റേടാ മറിച്ചാന്ന് പറഞ്ഞ് ഒരു വളരെ ബാലിശമായിട്ടുള്ള ആർഗ്യുമെന്റ്സ്, കോൺവെർസേഷൻ, അതായത് ഒരു ഹെൽത്തി ഡിബേറ്റ് അല്ല. അപ്പോഴങ്ങനെ ഒരു രീതിയിലോട്ട് അത് മാറിയായിരുന്നു. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ സ്പോർട്സ് ആനിമ എന്ന് പറയുന്നതിന് തെറ്റാതാണ് അവർ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. ഇത് അങ്ങനാണ്, ഇത് ഇങ്ങനാണ്. പക്ഷേ അതിനെക്കുറിച്ചൊരു പ്രോപ്പറായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ്, ഒരു എക്സ്പ്ലനേഷൻ വേണം എന്ന് തോന്നി. അതും കൂടി കൊണ്ടാണ് ആനിമെ ജോൺറയെ പറ്റി ഒരു സംസാരം വേണമെന്നുള്ള. സോ ഗോയിങ് ഫോർവേഡ്, സ്റ്റാർട്ടിങ് വിത്ത് ഫസ്റ്റ് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെല്ലാവരും കേട്ടുള്ളതാണ് ഷോനൻ സെയ്നൻ. ഷോനൻ സെയ്നൻ ജോൺറയാണെന്നാണ് നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോ വരെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ടു ബി ആക്യുറേറ്റ്, ഷോനൻ, സെയ്നൻ, ഷോജോ, ജോസെ ഇതൊന്നും ജോൺറകളല്ല, ഡെമോഗ്രാഫിക്സ് ആണ്. ഇതൊക്കെ ഡെമോഗ്രാഫിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഷോജോ ഈസ് സംതിങ് ഡിഫറെന്റ്. വിൽ കം ബാക്ക് ടു ദാറ്റ്. അപ്പോൾ ഇത് നമ്മളിപ്പം അഡൽറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ കുട്ടികൾക്കുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സിനിമകളെയും സീരീസുകളെയും തിരിക്കാറുണ്ട്. പക്ഷേ ആനിമയിലൂടെ വരുമ്പോൾ അതെങ്ങനെ തിരിക്കുന്നു, അതിന് വേണ്ടി ഉപയോഗിക്കുന്ന അഡൽറ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ളത്, ടീനേജേഴ്സിന് വേണ്ടിയുള്ളത് എന്ന് പറയുന്ന ഡെമോഗ്രാഫിക്സ്, ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് ഇറക്കുന്നത്, അതിനെ സൂചിപ്പിക്കുന്ന ഡെമോഗ്രാഫിക്സ് മാത്രമാണ് ഈ പറഞ്ഞ നമ്മൾ ജോൺറ എന്ന് കണക്കാക്കി വെച്ചിരിക്കുന്ന സെയ്നൻ, ഷോനൻ, ജോസെ, ഷോജോ, ഈ 4 എണ്ണം. കൊഡോമോക്കി ഉണ്ട്, അത് കുട്ടികൾക്കുള്ളത്. കൊഡോമോക്കി എന്ന് പറയുന്നത് ഇപ്പം അത് മോൻ എന്ന അവസാനം വരുന്നത് ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. അപ്പം ഡോറേമോൻ, പോക്കേമോൻ, ഇങ്ങനെ കുറച്ച് ഉണ്ടല്ലോ. ഇതെല്ലാം കുട്ടികൾക്കുള്ളതാണ്, ബേസിക്കലി കുട്ടികൾക്കുള്ളത്. അതിനകത്ത് കൂടുതലും വരുന്നതെന്ന് പറയുമ്പോൾ മോറൽ സ്റ്റോറീസ്, കുറച്ച് ബാലപാഠങ്ങൾ, മോട്ടിവേഷൻസ്. ഇപ്പം പോക്കിമോന് പോലും കുറച്ചും കൂടി ഇച്ചിരിയും കൂടി നമ്മൾ അഡൽട്ട് ആയിട്ടിരിക്കുന്ന സമയത്ത് ആ സാധനം കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ന്യൂവർ ഡയമെൻഷന് നമുക്ക് അതിൻ്റെ സ്റ്റോറി വായിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഈവൻ ഫോർ എ ചൈൽഡ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി. പക്ഷെ ഇപ്പം വില്ലൻസ് ആകെയോ ഒക്കെ
അത് ഒരു complex, മെച്ചുവർ അത് അവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഒരു കുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വളരെ ഒരു 7 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇപ്പം വില്ലൻ സാഗ ഇട്ട് കൊടുത്താൽ they can understand what they are is about trying to portray. So എന്റെ പൊന്നെ ആ സീൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. തോർഫിന്റെ റേജ് ഒക്കെ കാണുമ്പോഴത്തേക്ക് അവർക്കൊക്കെ എന്ത് അല്ല ഇപ്പം 100 അടി മേടിക്കുന്നത് അതൊരു കുട്ടിയാണെങ്കിൽ അവർക്കതിനോട് എന്തോ സോറിയുടെ ഇടി മേടിക്കുന്ന ഇടി മേടിക്കുന്നത് അത് ഒരു വേറൊരു ഡയമെൻഷനിലോട്ടാണ് നമ്മളത് ചിന്തിക്കുന്നത് ഓരോ പ്രായത്തിലും. പ്രായം മാത്രമല്ല, ചിലപ്പോൾ മെച്യൂരിറ്റി ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ഏജ്, ബട്ട് യെറ്റ് very subtly but okay, you know what we talking about going on. ഇപ്പോൾ ഷോനൻ എന്ന് പറയുന്നത് വാട്ട് ഇസ് ഷോനൻ? ഷോനൻ മീൻസ് ബോയ്, അത്രേ ഉള്ളൂ. ഷോനൻ എന്ന് പറയുന്നത് ജാപ്പനീസ് വേർഡിന്റെ അർത്ഥം ബോയ്. ബോയ് എന്ന് മാത്രമാണ്. അതിൽ വരുന്ന ജോൺറാണ് ബാറ്റിൽ ഷോണൻ. Okay, ബാറ്റിൽ ഷോൺ എക്സാമ്പിൾ ഷോൺ എന്ന് പറഞ്ഞ മെയിൻ ജനറേക്കുള്ള ഡെമോഗ്രാഫിക്സിൽ ഷോൺ എന്ന് പറഞ്ഞ ഡെമോഗ്രാഫിക്സിലുള്ള സബ് ജോൺറകളാണ് ബാറ്റിൽ ഷോൺ എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന എല്ലാ ആനിമേകളും സത്യം പറഞ്ഞ ബാറ്റിൽ ഷോണിൽ വരുന്നത്. ഇപ്പം നരുറ്റോ ആയിക്കോട്ടെ, വൺ പീസ് ആയിക്കോട്ടെ, ഡ്രാഗൺ ബോൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ MHA, ഹണ്ടർ, ഡണ്ടറാൻ, ബ്ലാക്ക് ക്ലോവർ, എല്ലാം ബാറ്റിൽ ഷോൺസ്. അതല്ല, ഇത് ബാറ്റിൽ ഷോൺ തുടങ്ങിയത് DBC. സ്വാഭാവികം. the big one ഡാഡി, father figure. ഡാഡി എന്ന് പറയില്ല, ഫാദർ daddy is different ആണ്. അടുത്തെന്ന് പറഞ്ഞാൽ മെച്ചുവർ ബാറ്റിൽ ഷോണാണ്. മെച്ചുവർ ബാറ്റിൽ ഷോൺ നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഫുൾ മെറ്റൽ ആൽക്കമിസ്റ്റ് ബ്രദർഹുഡും ചെയിൻസോ മാനും അല്ലെങ്കിൽ ഡെത്ത് നോട്ടും ഇതൊക്കെ എങ്ങനെ ഷോണനായിരുന്നു? അത് ആരോ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതോ എപ്പിസോഡിന്റെ താഴെ. അപ്പം അയാൾ കാണുന്നുണ്ടെങ്കിൽ അല്ല, അത് ചെയിൻസോ മാനും ഇതൊക്കെ എങ്ങനെയാണ് ഷോണൻ ചുമ്പി വരുന്നതെന്നാ പയ്യൻ കമന്റ് ഇട്ടത്. ഞാൻ ആളുടെ ടാഗ് ഓർക്കുന്നില്ല. മെച്ചുവർ ബാറ്റിൽ ഷോണൻ അതാണ് അതിൻ്റെ ചോൺറ. സിംപ്ലി പറയുകയാണെങ്കിൽ 16 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക്. മറ്റേത് ടീനേജേഴ്സിന് വേണ്ടിയുള്ള ബോയ് എന്ന് പറഞ്ഞ ടീനേജേഴ്സിന് വേണ്ടിയുള്ളതാണ് ഷോണനെങ്കിൽ ദീസ് ആർ ഫോർ 16+. മെച്ചുവർ. 14+ ഇത് 16+ അങ്ങനെ എന്തോ ആണ്. അത് 12+ 16+ അങ്ങനെ എന്തോ ആണ്. ഏജ് ഡിഫറൻസ് ഇസ് ദേർ. അതിന് മെച്ചുവർ ഷോണൻ നമ്മൾ കാണുന്ന മിക്കതും 16+ എന്ന് പറഞ്ഞ പല സിനിമകളുടെയും മേളിൽ മറ്റേ എഴുതുണ്ടല്ലോ 16+. അതെല്ലാവർക്കും വാച്ചബിൾ ആണ്. ഇറ്റ്സ് ഡിസ്ക്രിപ്ഷൻ ഇസ് അഡ്വൈസ്ഡ്. ആ ഒരു സാധനം അതാണ് ഈ പറഞ്ഞ ബാറ്റിൽ ഷോൺ. അതിനകത്ത് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കുറച്ച് ഗോറി ആയിട്ടുള്ള, പക്ഷേ യെറ്റ് ദ സ്റ്റോറി റിമൈൻസ് ദ സെയിം. ദ മെയിൻ ഹീറോ സേവ്സ് ദ ടൗൺ. ആ സംഭവം ദ കൺവെൻഷണൽ സ്റ്റോറി ലൈൻ ആയിരിക്കും. അനിമേഷൻ സ്റ്റൈല്, ആക്ഷൻ, കൊറിയോഗ്രഫി, പിന്നെ അതിൻ്റെ സൗണ്ട് ഡിസൈനിങ്, ആ സംഭവം ഗോർ, അതൊക്കെ കുറച്ചും കൂടെ മെച്ചോർലി ബാറ്റിൽ ഷോണൻ മെച്ചർ ബാറ്റിൽ ഷോണനിൽ കുറച്ച് കൂടുതലായിരിക്കും. എക്സാമ്പിൾ ഈസ് വെരി ക്ലിയർ. ഡിസ്കസ് ചെയ്യുന്ന തീംസും കുറച്ചും കൂടി ഡിഫറെന്റ് ആയിരിക്കും. അത് നമ്മൾ ഇടയ്ക്ക് വെച്ചൊരു വീഡിയോക്കകത്ത് പറഞ്ഞാൽ അതും തെറ്റാണെന്നുള്ളത് ഇപ്പോഴേ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയ്നൻ എന്ന് പറയുന്നത് സെയ്നൻ മാങ്ക ബുക്സിൽ അവന്റെ പബ്ലിഷ് ചെയ്യുന്ന ബുക്കുകളിൽ കൊടുക്കുന്നതാണ് സെയ്നൻ, ഒരിക്കലും അല്ല. അന്ന് കരുണാട്ടാ പറഞ്ഞത്. അല്ല, അവൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാല് വൺ പഞ്ച് മാനിന്റെ ഇത് സെയിനൻ കാറ്റഗറി വന്നതുകൊണ്ടാണ് അതിനകത്താണ് പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട്. അതായത് ഒരു സെയ്നൻ പബ്ലിഷർ വരുന്നതുകൊണ്ടാണ് അത് സെയ്നൻ ആവുന്നതെന്ന്. അല്ല, സെയ്നൻ ഈസ് എൻറ്റയർലി ഫോർ ദ ഡെമോഗ്രാഫി പർപ്പസ് ആണ് ഷോൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കാണുന്നതിനകത്ത് ഒരു 80% ഓഫ് ദം ആർ ഷോൺ ഫോർ സിമ്പിൾ വേർഡ്സ്. അടുത്തത് പറയാൻ വേണ്ടി എൻ്റെ പ്രിയ സുഹൃത്തും സെയ്നൻ കാറ്റഗറിയുടെ വഴികാട്ടിയായിട്ടുള്ള ഗട്സ് എന്ന് സ്വയം അത് അവൻ വിളിച്ചത് തന്നെ. ഇവൻ പറഞ്ഞ ഷോനൻ എന്നത് ബോയ് എന്നാണെങ്കിൽ സെയ്നൻ എന്ന ജാപ്പനീസ് വാക്ക് ഉപയോഗിക്കുന്നത് യുവാവ് എന്ന് വിശേഷിപ്പിക്കാനാണ്. ലൈക്ക് യങ് മാൻ, യൂത്ത്. അതായത് 18 മുതൽ 40 വയസ്സ് വരെ ഏകദേശം വരുന്ന ഒരു ഏജ് കാറ്റഗറിയാണ് ഉദ്ദേശിക്കുന്നത്.
സെയിനൻ കണ്ടിട്ട് 40 അല്ല കേട്ടോ, ഇതിന് മുകളിൽ പോകും. കാരണം ഇടയ്ക്ക് വെച്ചൊരു കിളവും മറ്റൊരു പ്രായമുള്ള ഒരാള് ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് എൻ്റെ ഒരു പുതിയൊരു ബുക്ക് കിട്ടിയുണ്ട്, ഞാൻ വായിക്കാൻ തുടങ്ങാൻ അത് ഭയങ്കര ഇതായിരുന്നു. അത് വായിച്ച് കഴിഞ്ഞാൽ 3 വോളിയം വായിച്ചാ ഗ്രിഫിത്ത് ആ പേര് ഹിസ്റ്ററി മറന്നോളൂ. അതിപ്പം സെയിനൻ എന്ന വാക്കിന് ഇപ്പൊ നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ട് ബാല്യം, കൗമാരം, യൗവനം. യൗവനത്തിനാണ് ഉദ്ദേശിച്ചത്. സോ ഇതിൽ സെയിനൻ കാറ്റഗറിയിൽ ഇറ്റ്സ് എ വെരി മെച്യൂർ കണ്ടന്റ്. അതായത് നിങ്ങളെ മാനസികമായും അതുപോലെ തന്നെ ഗോറി കണ്ടന്റ് ആയെങ്കിലും സൈക്കോളജിക്കലി അപ്സെറ്റിംഗ് ആയ പല മാങ്കാസും ഉണ്ട്. അപ്പോൾ സെയിനൻ കാറ്റഗറീസിൽ വരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് മാങ്കാസ് അല്ലെങ്കിൽ ആനിമേസ് എന്ന് പറയുന്നത് ഒന്ന് ബർസർക്ക് ഉണ്ട്. വിൻലൻഡ് സാഗ ഒരു സെയിനൻ ആനിമയാണ്. അതുപോലെ തന്നെ വാഗബോണ്ട് ഒരു സെയിനൻ മാങ്കയാണ്. ഈ 3നെയാണ് ബിഗ് 3 ഓഫ് സെയിനൻ എന്ന് പറയുന്നത്. ഈ ഡെമോഗ്രാഫിക്കിൽപ്പെട്ട ഏറ്റവും പ്രശസ്തമായ ഇപ്പോഴും പല കോപ്പീസ് ഇപ്പോഴും വിറ്റ് പോകുന്ന 3 മാങ്കാസ് എന്ന് പറയുന്നത് ഇത് 3മാണ്. അത് കൂടാതെ എടുത്തറിയപ്പെടാവുന്ന പേരുകൾ ഒന്ന് ഉറസാവ നവോക്കിയുടെ സീരീസുകളുണ്ട്. വളരെ വളരെ ഐ മീൻ പുള്ളിയുടേതായ പൊളിറ്റിക്സും ഒരു മനുഷ്യനെ മാനസികമായി എത്രത്തോളം തളർത്താൻ പറ്റും എന്നും റിസർച്ച് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ജുഞ്ചി ഇറ്റോന്റെ ഇതെല്ലാം സെയിനൻ ഡെമോഗ്രാഫിക്ക് പെടുന്നതാണെങ്കിലും അത് ഹൊറർ സബ് ജോണറിൽ വരുന്നതാണത്. ഹൊറർ സെയിനിൽ പെട്ടതാണ്. അപ്പോൾ അങ്ങനെ വളരെ ഗോറി ആയിട്ടും വളരെ മെച്യൂർ ഓഡിയൻസിനും വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന സ്റ്റോറി ലൈൻസ്, പ്ലോട്ട് ലൈൻസ്. പിന്നെ ഷോണിലെ പോലെ പവർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഒരിടത്തും ഇതുവരെ വർക്കായിട്ടില്ല. നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ആരാധിക്കുന്ന കഥാപാത്രം, അങ്ങനെ ഒരു കഥാപാത്രം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ഏറ്റവും കൂടുതൽ ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകാനും അയാൾ മരിക്കാനും വരെയുള്ള സാധ്യത 99.9%, 99.9%. ആൻഡ് പിന്നെ ഷോണൻ ജമ്പ് എന്ന് പറയുമ്പോൾ അത് ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കാരണം എല്ലാവരും ഈ ഷോണൻ ഡെമോഗ്രഫി ഡിസ്കസ് ചെയ്യുമ്പം ഷോണൻ അനിമെ, ഷോ ജമ്പ് രണ്ടും ഈക്വലി യൂസ് ചെയ്യും. അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഷോണൻ എന്ന് പറഞ്ഞ പോലെ ഡെമോഗ്രഫിയാണ്. ഷോണൻ അനിമേസ് ആർ ഡിഫറെൻറ്റ്. അതിൻ്റെ സബ് ജോണറിൽ വരുന്നതാണ് നമ്മൾ ഈ ബാറ്റിൽ ഷോണൻ ഡിസ്കസ് ചെയ്യുന്ന സംഭവം. ഈ ഷോ ജമ്പ് എന്ന് പറയുന്നത് ഷുവേഷ എന്ന് പറഞ്ഞ അനിമെ ഈ ജമ്പ് എന്ന് പറഞ്ഞ മാഗസീനിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള അനിമേസിനെയാണ് ഷോ ജമ്പ് എന്ന് പറയുന്നത്. സോ അത് നോട്ട് എക്സാക്ട്ലി സെയിം. കാരണം വേറെയും പബ്ലിഷിങ് മാങ്കാസ്, വേറെയും പബ്ലിഷേഴ്സ് മാങ്കാസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഷോൺസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഷോജമ്പ് അല്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ബിഗ് 3 വൺ പീസ്, നറൂട്ടോ, ബ്ലീച്ച്, അതൊക്കെ ഷോജമ്പാണ്. സിംപ്ലി പറയുകയാണെങ്കിൽ ജംപ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫെസ്റ്റിവൽ നടത്താറുണ്ട്. അത് ഈ പറഞ്ഞ ജംപ് എന്ന് പറയുന്ന ആ ഒരു മാഗസീനകത്ത് ഉള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ പറയത്തുള്ളൂ. ബ്ലാക്ക് ലോർ ഉൾപ്പെടെ അതിനകത്തുള്ളത്. ഈ കഴിഞ്ഞ ജംപ് ഫെസ്റ്റിനല്ലേ ഫ്രാങ്ക് റിട്ടയർ ആയത്. അത് നമ്മുടെ കോമിക്കോൺ പോലത്തെ ഒരു വലിയ സംഭവമാണ്. അപ്പം അതും ടു കീപ് ഇൻ മൈൻഡ് ഡിസ്കസിങ്. മൂവിങ് ഓൺ, അടുത്ത നമുക്കുള്ള ഇതിപ്പം ഈ പറഞ്ഞതൊക്കെയാണ് സെയിനിലെ മെയിൻ പോയിന്റേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഫോർ മെച്യൂർ കണ്ടന്റ് ആൻഡ് ഇഫ് യു ആർ സംവൺ ഹൂ നീഡ്സ് തെറപ്പി, പ്ലീസ് ഡോണ്ട് ഗോ ഇൻ ടു സെയിനൻ ദാറ്റ് മച്ച്. ഗോറിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സൈക്കോളജിക്കലി അപ്സെറ്റിംഗ് ആണ്. ലൈക്ക് യു വിൽ ക്വസ്റ്റ്യൻ യുവർ സെൽഫ് അറ്റ് ദി എൻഡ് ഓഫ് സം മാങ്കാസ്. എസ്പെഷ്യലി ഹൊമുങ്കുലസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അതെ, വളരെ വളരെ സൂപ്പറായിരിക്കും. ഹൊമുങ്കുലസ് മെറ്റമോർഫിസിൻ്റെ ഒന്നും അടുത്തോട്ട് പോലും പോരുത്. സോ സെയിനൻ മാങ്ക എന്ന് പറയുന്നത് അതാണ്. സെയിനൻ ഡെമോഗ്രഫി എന്ന് പറയുന്നത് അതാണ്. ഇറ്റ്സ് ഓൺലി ഡിസൈൻഡ് ഫോർ ദ മെച്യൂർ കണ്ടന്റ് ആൻഡ് ദെയർ ആർ ചിൽഡ്രൻ ഹു റീഡ് ഇറ്റ്. വി ഹൈലി അഡ്വൈസ് നോട്ട് ടു ലെറ്റ് ദം. അത് ഇപ്പോൾ ഒരു ഡിസ്കസ് ചെയ്യുന്ന ഫിലോസഫീസ് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ആവണമെന്നില്ല. ഇതെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാം വളരെ വയലന്റ് ആയ മാങ്കാസും കൂടെയാണ്. സോ ദി മെസ്സേജ് ദാറ്റ് a very young child perceive from it might be a lot different. അതെ, compared to us. Not saying that we are like very mature, but അതെ, നിങ്ങൾക്ക് ഞങ്ങൾ ഉദ്ദേശിച്ചത് വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കുട്ടി, അതായത് നല്ല ഐക്യം ഉള്ള ഒരു കുട്ടി ബെർസർക്ക് വായിച്ചിട്ട് അവൻ ഗ്രിഫിത്തിനെയാണ് അവൻ ഐഡലൈസ് ചെയ്യുന്നെങ്കിൽ എന്ത് സംഭവിക്കാം. We might get a rejected Austrian painter again. Yeah. Maybe worse than that. Maybe even worse than that. അപ്പം അങ്ങനത്തെ പല പല പ്രശ്നങ്ങളുണ്ട് സെയിനൻ കാറ്റഗറിയിൽ. ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ട് യു പെർസീവ് ഫ്രം ദീസ് മാങ്കാസ് ഓർ സ്റ്റോറി ലൈൻ.
ആ കഥകൾ എന്ത് ഓഫർ ചെയ്യുന്നു എന്നതിലുപരി ആ കഥാപാത്രങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു എന്നത് സെയിനിൻ്റെ ഒരു വളരെ വലിയ ഘടകമാണ്. അതിപ്പം പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റില്ല. ആൻഡ് ഇഫ് യു ആർ എ സെയിനൻ ഫാൻ, ഡു കമൻറ്റ് ഔട്ട്. ഞാൻ സെയിൻ ഫാനാണ്, ഏറ്റവും കൂടുതൽ വായിക്കുന്ന സെയിനൻസ് ആണ്. ഞാൻ കണ്ടതിനകത്ത് ഈ സെയിനന്റെയും ഷോനന്റെയും ഇടയ്ക്ക്, അതായത് ചെയിൻസോ മാൻ്റെ അതിനൊക്കെ ഇച്ചിരി കൂടി ഹൈ ലെവലിൽ പോകുന്ന സെയിനൻ കാറ്റഗറിയിൽ പക്ഷെ ഇവർ പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് സംശയമുള്ള അതുണ്ട്. അതേപോലെ തന്നെ ക്ലൈമോർ ഉണ്ട്, അതും ഈ ഒരു ഇതിനകത്ത് പോകുന്നൊരു ഈ ഒരു ജോൺറയിൽ വരുന്നത് ഒരു ഡെമോഗ്രാഫിക്സ് പോകുന്ന ഒരു സാധനമാണ്. അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏരിയ വിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇനി ഞങ്ങളെ പോകാൻ പോകുന്നത് ഷോജോയിലേക്കാണ്. ഷോജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾ എന്നാണ് അർത്ഥം. സിംപ്ലി ഗേൾ, പെൺകുട്ടി. ഏകദേശം പറയുകയാണെങ്കിൽ നോർമലി തന്നെ ഷോജോ ആനിമകളിൽ കൂടുതലും പറയുന്നത് റൊമാൻസ്, ഡ്രാമ, മാജിക്കൽ ഗേൾസ്, അത് മാജിക്, ഫെയറി ടെയിൽസ് അല്ലെങ്കിൽ ഫെയറീസ്, കുറച്ച് ഡ്രാമ കാണും, റൊമാൻസ്, ഇതൊക്കെ ആയിരിക്കും കൂടുതലും ഷോജോ പറയുന്നത്. പിന്നെ അതൊക്കെ തന്നെ ഈ ഇടയായിട്ട് വില്ലനസ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ് ജോൺറയും ഡേറ്റിംഗ് സിംസ് എന്ന് പറഞ്ഞൊരു സബ് ജോൺറയും കൂടി വരുന്നുണ്ട്. അതായത് വില്ലനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇസക്കായിൽ തന്നെ മെയിൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും മിക്ക ഇസക്കായുടെയും മെയിൽ MC ആയിട്ട് വരുന്നത്. അപ്പോഴേ അത് മാറിയിട്ട് വില്ലനസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ കഥാപാത്രം അവർ മെയിനായിട്ട് വരുന്നത്. അത് മാൻവേളിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ അത് ആനിമയിലോട്ട് വരുന്നത്. മാൻവേലാണ് പണ്ട് പോലെ അത് കാണുന്നത്, ഈ പറഞ്ഞ വില്ലനസ് ക്യാരക്ടേഴ്സ് MC-കൾ. അപ്പോഴത് ഇപ്പം ആനിമയിലോട്ടും വരുന്നുണ്ട്. വില്ലനസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സബ് ജോൺറയിൽ വരുന്നുണ്ട്. പിന്നെ ഡേറ്റിംഗ് സിംസ് കൂടുതലും വരുന്നത് എച്ചി, ഹരം, എന്തായി ഈ ഒരു ജോൺറയിലാണ് ഡേറ്റിംഗ് സിംസ് വരുന്നത്. സോ എച്ചി, ഹരം നമ്മൾ നിങ്ങൾ കാണുന്നുണ്ടെന്ന് നിങ്ങളുടെ ഗിൽറ്റി പ്ലസർ ആണെന്ന് ഞങ്ങൾക്കറിയാം. മുഖം കാണുമ്പോൾ കണ്ടു. അടുത്തത് അല്ല, അതിനകത്ത് തന്നെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിലർ മൂൺ ഉണ്ട്. സെയിലർ മൂൺ ഞാൻ കണ്ടിട്ടില്ല, പേഴ്സണലി ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ സ്റ്റോറി ലൈൻ ഞാൻ ഇടയ്ക്ക് വെച്ച് കണ്ടിട്ടുണ്ട്. സെയിലർ മൂൺ ഈസ് ലൈക്ക് BBC. പിന്നെ അതൊക്കെ തന്നെ ഫ്രൂട്ട് ബാസ്ക്കറ്റ് അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഗ്രേറ്റ് ഷോ, കിടുക്ക സാധനമാണ്. ഈ ഫ്രൈ റൺ നമ്മൾ കണ്ടില്ലേ, അതിൽ തന്നെ കുറച്ചും കൂടി ഡിഫറൻസ് ആയിട്ട് നല്ലൊരു സ്റ്റോറി ലൈനുള്ളൊരു സാധനമാണ് ഫ്രൂട്ട് ബാസ്ക്കറ്റ്. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനം. പിന്നെ ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഷോജോ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ഫേമസും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻസ്പയർഡ് ആയിട്ടുള്ള സാധനമാണ് നാനയ്ക്കും കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വിച്ച് ഇസ് ഗ്രേറ്റ്. പിന്നുള്ളത് മൈ ഹാപ്പി മാരേജ്, ഈ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതിന്റെ സീസൺ 2 കണ്ട് ഇപ്പോൾ ഉടനെ തന്നെ ഈ വർഷം വരുന്നുണ്ട്. മൈ ഹാപ്പി മാരേജ് അല്ലേ? മൈ ഹാപ്പി മാരേജ് അതും ഒരു ഷോജോ. എനിക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള വളരെ ചുരുക്കം ഷോജോയിലുള്ള ഒന്നുമില്ല. ഷോജോ അനിമകളിൽ ഒന്നാണ് ഈ പറഞ്ഞ മൈ ഹാപ്പി മാരേജ്. അടുത്ത പറഞ്ഞാൽ ജോസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി മീനിങ് ലേഡി ഓർ വുമൺ, അഡൽട്ട് വുമൺ. അല്ല, ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് സീറോ ഇൻഫർമേഷൻ അബൌട്ട് ജോസെ ആനിമ. വേണമെങ്കിൽ ഇന്റർനെറ്റ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറെ ആനിമയുടെ പേര് വേണമെങ്കിൽ നിരത്തി വെക്കാം. പക്ഷെ വിത്തൗട്ട് നോയിങ് എനിത്തിങ് അബൌട്ട് ദാറ്റ് ജോൺറ ഐ ഡോണ്ട് നോ. ആരും കാണുന്നവരില്ല, കേട്ടിട്ടില്ല. അത് എസ്പെഷ്യലി അതിനകത്ത് ഞാൻ വായിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുറച്ചും കൂടി റൊമാൻറ്റിക് എന്നുള്ളത് കുറച്ചും കൂടി എക്സ്ട്രീം ലെവലിലോട്ട്, കുറച്ച് കോംപ്ലക്സ് ക്യാരക്ടർ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ അതായത് ചിലപ്പം കുറച്ച് സെക്ഷൽ ആ ഒരു ഇതിനകത്തോട്ട് പോകും. കരിയർ ഡെവലപ്മെന്റ്, വുമൺ എംപവർമെന്റ്, ആ സംഭവങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. മേ ബി വി കൻ ലൈക്ക് ഹാവ് എ കോൺവെർസേഷൻ അബൌട്ട് ടോപ്പിക്സ്, അല്ലെങ്കിൽ അനിമെ ഏതെങ്കിലുമൊക്കെ ഒന്ന് രണ്ടെണ്ണം കണ്ടിട്ട് മേക്ക് വി ക്യാൻ ഹാവ് എ കോൺവെർസേഷൻ. ചിലപ്പോൾ നമ്മൾ കണ്ടുള്ള ഏതെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് കാണുമായിരിക്കും. ജോസയോ ഇല്ല, ഒരിക്കലും ഇല്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ഷോജോയുടെ എവല്യൂഷൻ ആണ് ജോസെ. അങ്ങനെ എന്തെങ്കിലും റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഡൗൺ. വി വിൽ ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഹാവ് ലൈക്ക് എ സ്മോൾ റിവ്യൂ ഓൺ ഇറ്റ്. അങ്ങനെ സംഭവം വി ഹാവ് കംപ്ലീറ്റ്ലി എന്താ പറയുക, എനിമി ടെറിട്ടറി ആണ്, ഒന്നും അറിയില്ല. കംപ്ലീറ്റ്ലി ആ ഒരു സാധനത്തിനകത്ത്.
എന്ന് വെച്ചാൽ സ്ത്രീകൾ ശത്രുക്കളാന്നല്ല ദൈവത്തോർത്ത് അങ്ങനെ അങ്ങനെ വിചാരിക്കരുത്. ഈ ആനിമേ ജോണർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ഇതുവരെ, ആരും നമ്മൾ സംസാരിച്ചിട്ടില്ല അങ്ങനെ ഈ ഒരു ജോണറെ പറ്റിയും ടോപ്പിക്കിനെ പറ്റിയും. സോ അല്ല, എസ്പെഷ്യലി ഇപ്പം ആനിമകൾ കാണുന്ന ആരാണെങ്കിലും കൂടുതലും ഷൊനനകത്തോട്ടാണ് ഇവർ പോകുന്നത്. ഷോജോ പോലെ ഞാനീ പറഞ്ഞ 4 ആനിമകൾ, നാന, ഫ്രൂട്ട് ബാസ്ക്കറ്റ്, സെയിലർ മൂൺ ഓർ ഈവൻ മൈ ഹാപ്പി മാരേജ്, ഈ ഒരു സാധനത്തിനകത്ത് തന്നെ മിക്കവരും കണ്ടുള്ളതാകെ മിക്കവാറും ഗതിയിൽ ഈ പറഞ്ഞ ഫ്രൂട്ട് ബാസ്ക്കറ്റ് ആയിരിക്കും. നാനയും ഒരുപാട് നമുക്ക് കുറച്ച് കസ്റ്റമൈസേഷൻ എൻക്വയറി ഒക്കെ ഉണ്ടായിരുന്നു. നാനേ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ സെയിലർ മൂണും വളരെ ചിലപ്പം പണ്ട് മുതലേ കാണുന്ന എലീറ്റിസ്റ്റുകളുണ്ടല്ലോ, അവരിൽ ചിലപ്പം ചിലർക്ക് കണ്ടിട്ടുണ്ടായിരിക്കാം സെയിലർ മൂണിന്റെ കോസ്പ്ലേ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇഷ്ടംമാതിരി കോസ്പ്ലേസ് ഉണ്ട് അതിന്. അത് മാത്രമേ കണ്ടുള്ളൂ. അല്ല, ജോസയിൽ ഞാൻ ഇതിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് ഒന്നും ഞാൻ കേട്ടിട്ടുകൂടിയില്ല. ജോസ സ്പെഷ്യലി ഫോർ വിമൻ. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് അടുത്തത് പറഞ്ഞാൽ ഫാന്റസി. ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് ജോൺറയാണ്. കോംപ്ലിക്കേറ്റഡ് ജോൺറ മീൻസ് ഫാന്റസി. ഈ പറഞ്ഞ എല്ലാം ഡെമോഗ്രാഫിക്കിലും ഉൾപ്പെടുത്താം. ഫാന്റസി ഫസ്റ്റ് ഷോൺ ഫാന്റസി. ഷോൺ ഫാന്റസി മീൻസ് സിംപ്ലി നമ്മൾ കാണുന്ന എല്ലാം ഷോൺ ഫാന്റസി. അതായത് everything we see from One Piece to DBC, everything is shonen fantasy. One Piece DBC മാളതാട്ടോ ഡണ്ടൻ വരെ എല്ലാം ഷോൺ ഫാന്റസിയിൽ വരുന്നതാണ്. ദണ്ടൻ ഫാന്റസി എന്ന് പറയുമ്പോഴത്തേക്കും തമാശയായിട്ടായിരിക്കും. അതിന് എന്താ പറയാ, പല ആൺകുട്ടികളുടെ ഫാന്റസിയാണ് ഒരു പെൺകൊച്ചു വന്ന് ഇഷ്ടമെന്ന് പറയുന്നത്. വളരെ വലിയൊരു നമ്പറിന്റെ ഫാന്റസിയാണത്. അത്രയും കാണാൻ കൊള്ളാവുന്നത്. ആ ഹോട്ട് വുമൺ ജസ്റ്റ് കമ്മിങ് ടു യു, ഐ തിങ്ക് ഐ ലൈക്ക് യു. പക്ഷെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ഫോട്ടോ ഒന്ന് അങ്ങനെ ഒരു കാണാൻ ലുക്ക് കാണുന്നത് അത് വേറൊരാള് പറഞ്ഞിട്ട് വേണം അറിയാൻ. അത് മെജോറിറ്റി ഉള്ള ആൺപിള്ളേരുടെ അവസ്ഥ ഇതല്ലേ. എന്നോട് ഒന്ന് വെച്ച് ഫ്ലർട്ട് ചെയ്താൽ എനിക്കറിയത്തില്ല. ഞാൻ അവിടെ നിന്ന് ഓഹോ എന്ന് പറഞ്ഞിരിക്കുക. രണ്ടു വർഷം കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിലേക്ക് എന്ന് ഓർമ്മ വരുന്നത്. എന്തുകൊണ്ടും ദന്തതാൻ ഒരു ഫാന്റസി തന്നെ. അടുത്തത് ഷോൺ ഫാന്റസി വെരി വൈഡ്. നമുക്കറിയാവുന്ന മിക്കതും ഷോൺ ഫാന്റസിയിൽ ഓഫ് കോഴ്സ്. അടുത്തത് ഹൈ ഫാന്റസി. ഹൈ ഫാന്റസി മീൻസ് നമ്മൾ കാണുന്ന മാജിക്കൽ വേൾഡ് ഉണ്ടല്ലോ. അത് ഇപ്പം ഫ്രീ റൺ ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഹൈ ഫാന്റസി. ബെർസർക്ക് അല്ലെങ്കിൽ ഇപ്പൊ ക്ലൈമോർ ഡാർക്ക് ഫാന്റസിയിലാണ്. അത് ഈ ഹൈ ഫാന്റസിയിലും വരും, ഡാർക്ക് ഫാന്റസി വരും. കാരണം മാജിക്കൽ വേൾഡ് ബട്ട് സ്റ്റോറി ഈസ് ഡാർക്ക്. റെക്കോർഡ് ഓഫ് റാഗ്നറോക്ക് അത് പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ ഹൈ ഫാന്റസി. ഗോഡ്സ് വേഴ്സസ് മാൻ എന്ന് പറയുന്ന ഒരു തോട്ടിലാണത്. അടുത്തത് 7 Deadly Sins ഉണ്ട്. ദ ഏൻഷ്യന്റ് മാഗസ് ബ്രൈഡ്. അത് നല്ല സാധനം കേട്ടോ, പണ്ട് കണ്ടതാ. ദ ഏൻഷ്യന്റ് മാഗസ് ബ്രൈഡ് കൊള്ളാം, നല്ല സാധനം. ഏൻഷ്യന്റ് മാഗസ് ബ്രൈഡ്. അടുത്ത് പറഞ്ഞാൽ മായോ എന്ന് പറഞ്ഞിട്ടൊരെണ്ണമുണ്ട്. അതിന് ഞാൻ കണ്ടിട്ടില്ല. റൊമാൻസ് ആനിമ ആണെന്ന് പറഞ്ഞിട്ട് ഹൈ ഫാന്റസിയിൽ ഏറ്റവും റേറ്റഡ് നിൽക്കുന്ന ആനിമകളിലൊന്നാണ് മായോ എന്ന് പറഞ്ഞിട്ട്. അടുത്തത് ഡാർക്ക് ഫാന്റസി. ഡാർക്ക് ഫാന്റസി പറയാൻ വേണ്ടി ഏറ്റവും നല്ലത് ഡാർക്ക് ഫാന്റസി ബിസ്ക്കറ്റ്. ഡാർക്ക് ഫാന്റസി പറഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല പരിചയമുള്ള പേര്. ഡാർക്ക് ഫാന്റസി പെടുന്നതാണ് ഈ പറഞ്ഞ പോലെ പിന്നെ ടോക്കിയോ ഗോള് വരുന്നുണ്ട്. ഇനിയാഷയ്ക്ക് ആക്ച്വലി ഫാൻസ് ഉണ്ട്. നമുക്ക് ഇനിയാഷിക്ക് അറിയത്തില്ലേ, മറ്റേ ഇടയ്ക്ക് വെച്ച സാധനം ഉണ്ടായിരുന്നു. മറ്റേ ഒരു വീട്ടിലുള്ള അച്ഛനും അമ്മയും അവർ രണ്ടുപേരെയും കൊന്നതിന് ശേഷം മറ്റേ കൊച്ചിന്റെ അടുത്ത് നിന്നിട്ട് ഇഷ്ടപ്പെട്ട മാങ്ക ഏതാന്ന് ചോദിക്കുന്നത്. ഇനിയാഷിക്ക്. അപ്പൊ വൺ പീസ് എന്ന് പറയും. ആ വൺ പീസിൽ ആരെയും ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ആ കൊച്ചു മറ്റേ വിറച്ചിരിക്കുന്നു. അവസാനം ആ കൊച്ചിനെ കൊല്ലും. അതാണ് ആ ഇനിയാഷിക്ക് എന്ന് പറയുന്നത്. അത് ഇച്ചിരി ഡാർക്കാണ്. അതിനകത്ത് ഒരു നടന്നു പറഞ്ഞ ഒരു കിളവൻ, ഒരു നല്ല പ്രായമുള്ള ഒരാളാണ്. പുള്ളിക്കാരൻ നടനായിട്ടും ഈ പറഞ്ഞ ഈ ചെറുക്കൻ വില്ലനാണ്. അതിനകത്ത് രണ്ടൊരു സെയിം പവറാണ്. ആൻഡ് നൈസ് സാധനമാണ് ഇനിയാഷിക്ക്. കാണാത്തവർ കാണാൻ താല്പര്യം അത് ഭയങ്കര ഫേമസ് ആയിരുന്നു. അത് കണക്ക് തന്നെ ജാപ്പനീസ് ഗോസ്റ്റ് സ്റ്റോറി ഉണ്ട്. അക്കാമേ കാക്കിൽ.
കമേഗ കിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ദാറ്റ്സ് എ ട്രോമ സാധനമാണത്. പിന്നെ തന്നെ കോപ്സ് പാർട്ടി എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. കോപ്സ് പാർട്ടി നല്ല സാധനമാണ്. കോപ്സ് പാർട്ടി സ്റ്റാർട്ട് വിത്ത് എ നോർമൽ സ്റ്റോറി ആൻഡ് ഇറ്റ് ഗോസ് പീക്ക് ടു പീക്ക് എന്ന് പറഞ്ഞാൽ ഡാർക്കർ ആൻഡ് ഡാർക്കർ ആൻഡ് ഡാർക്കർ. ഹൗസ് പാർട്ടി, കോർപ്സ് പാർട്ടി, ഹൗസ് പാർട്ടി വേറെ. കോർപ്സ് പാർട്ടി. അടുത്തത് ഡെഡ് മാൻ വണ്ടർലാൻഡ്. ഡെഡ് മാൻ വണ്ടർലാൻഡ് ഈസ് പ്രിറ്റി ഫേമസ്. അങ്ങനെ പ്രോമിസ്ഡ് നെവർലാൻഡ്. പ്രോമിസ്ഡ് നെവർലാൻഡ് അടിപൊളിയാണ്. പ്രോമിസ്ഡ് നെവർലാൻഡ് അതിന്റെ അല്ല, അത് കിങ്ഡത്തിന്റെ സെക്കൻഡ് സീസൺ കൊള്ളത്തില്ല എന്ന് പറഞ്ഞത്. പ്രോമിസ്ഡ് നെവർലാൻഡ് അത്യാവശ്യം കമേഗ കില്ലിന്റെ എൻഡിങ് ഒരുപാട് പേർക്ക് മറ്റേ രണ്ട് അഭിപ്രായമുള്ള, അല്ല അതിന്റെ മാങ്ങയാണ് നല്ലത്. പിന്നെ മേഡ് ഇൻ അബിസ് ഉണ്ട്. മേഡ് ഇൻ അബിസ് ഒക്കെ നോട്ട് ഇറ്റ് ഷോ സം സ്മാൾ ചിൽഡ്രൻ. ഹെൽസിംഗ് ഉണ്ട്, ബട്ട് ഡോണ്ട് വാച്ച് ഇറ്റ്. ഹെൽസിംഗ് ഉണ്ട്. അതൊക്കെ മറ്റേ നമ്മുടെ കാസിൽവേനിയ, ഇതൊക്കെ ഈ പറഞ്ഞ നമ്മുടെ ഇതും വരൂലേടാ, ഹെൽസ് പാരഡൈസും വരൂല്ലേ. ഹെൽസ് പാരഡൈസ് ഇസ് മോർ ഓഫ് ഹൈ ഫാന്റസി ഓർ ഷോൺ ഫാന്റസി. ഹെൽസിംഗ് ഒരു പോയിന്റ്ലെസ് ഗോറി സെൻസ്ലെസ്. it's just completely filled with bloodbath, and if you are into Dracula, watch it. ഡ്രാക്കുള ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഈ പറഞ്ഞ സാധനം കണ്ടത്. എന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് സുഖം തോന്നിയില്ല. ബ്ലഡ് കാണുന്നതിന് എന്തോ. അടുത്ത ഹിസ്റ്റോറിക്കൽ ഫാന്റസിയാണ്. റെക്കോർഡ് ഓഫ് റാഗ്നറോക്ക്, Gintama, വില്ലൻസ് ആകെ പക്ക ഹിസ്റ്റോറിക്കൽ ഫാന്റസി. കുറച്ച് ഹിസ്റ്റോറിക്കൽ എലമെന്റ്സ് ഉള്ളൂ എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോപ്പർ ഹിസ്റ്റോറിക്കൽ ഫാന്റസി. വീണ്ടും ബെർസർക്ക് അവിടെ വരുന്നുണ്ട്. മെഡീവൽ ടൈം ലൈനിലാണ് നടക്കുന്നുണ്ട്. സ്റ്റോറിയുടെ സെറ്റിംഗ് യൂറോപ്പിലാണ്. പിന്നെ കുഷ സാമ്രാജ്യത്തിന്റെ കുഷൻ ആൾക്കാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കുഷൻ ആൾക്കാർ വന്നിട്ടാണ് ബെർസർക്കിൽ ഒരു കഥാപാത്രത്തിനെ അവസാനം അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ ഇനുയാഷ ഇസ് പ്രിറ്റി ഫേമസ്. അത് ഈ പറഞ്ഞ ഒരു ഹിസ്റ്റോറിക്കലിനകത്തും പറയാത്, അത് കണക്ക് ഹൈ ഫാന്റസിയിലും പറയാൻ പറ്റുന്ന സാധനമാണ്. അത് വേണമെങ്കിൽ ഒരു ഇസക്കായിലും ഉൾപ്പെടുത്താൻ പറ്റുന്ന സാധനമാണ്. അടുത്ത പറഞ്ഞ റോണി കെൻഷൻ ഉണ്ട്. ഡീമൺ സ്ലെയർ ഇറ്റ്സ് ആൾസോ ഹിസ്റ്റോറിക്കൽ. അതേത് സമയം എന്ന് പറയുന്നതിനകത്ത് ഏതോ ഒരു പീരീഡിന്റെ പേരും പറയുമല്ലോ. ഒരു പീരീഡിനെ ബേസ് ചെയ്തിട്ടുണ്ടാണ് സമുറായി. ഭാഗബോണ്ട് അതിനകത്ത് വരും. ഈഡോ പീരീഡിനെ ഐഡോ പീരീഡ് തന്നെ ഉണ്ട് അതിനകത്തും നോക്കണം. ഡീമൺ സ്ലെയർ എനിക്ക് ഏതാണെന്നൊരു ഒരു കൺഫർമേഷൻ ഇല്ല, കാരണം നമ്മൾ അത് ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ ഫാന്റസി ആയിട്ടുള്ളല്ലോ കാണുന്നത്. ഡീമൺ സ്ലെയർ സെറ്റിംഗ് ടൈഷാറ 1912 to 1926 ആണ്. എഡോ പീരീഡ് ടൈഷാറ. എനിക്ക് ഒന്ന് മറ്റേ ക്യാരക്ടറിന്റെ പേര് വരുന്നത് നമ്മളെ ഇതിനകത്തുള്ള മെയിൻ പഴയ താഞ്ചിരോ അല്ല, യൊരീച്ചിയുടെ കാലഘട്ടത്തിലാണ് പറയുന്നത്. ഈ പറഞ്ഞ മറ്റേ സമുറായി പീരീഡിലോട്ട് വെച്ചിട്ടാണ് പറയുന്നത്. അത് പിന്നെ കുറെ വർഷങ്ങൾക്ക് മുമ്പാണല്ലോ. അതണക്ക് തന്നെ ഇനി ഇപ്പൊ ഈ പറഞ്ഞ ഫാന്റസിയിലെ മെയിൻ സാധനങ്ങൾ. ഈ ഫാന്റസി തന്നെ വരുന്ന സബ് ജോണറാണ് സത്യം പറഞ്ഞാൽ ഇസക്കായി എന്ന് പറയുന്നത്. ആ ഇസക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസക്കായി ജസ്റ്റ് മീൻസ് അനദർ വേൾഡ്. ഇസക്കായി എന്ന് പറയുന്നത് അനദർ വേൾഡ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇസക്കായി മോസ്റ്റ്ലി ഷോണനകത്താണ് പെടുന്നത്. ബേസിക്കലി എന്താണ് സംഭവിക്കാം? റീഇൻകാർണേറ്റഡ് ആവാം, ടെലിപ്പോർട്ടഡ് ആവാം, ഗെയിം കളിക്കുന്നതിന്റെ ആവാം, ഗെയിമിനകത്ത് പെട്ടുപോകുന്നതാവാം. ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയിലും നിങ്ങൾക്ക് ഒരു അനിമയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വരും, എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതർ വേൾഡ് സാധനം. ഞാൻ റെക്കമെൻഡേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. റോങ് വേ ടു യൂസ് ഹീലിംഗ് മാജിക്. കിള്ള സാധനമാണ്. ദ വീക്കസ്റ്റ് ടൈമർ ബിഗൻ എ ജേർണി ടു പിക്കപ്പ് ട്രാഷ്. അതും ഇസക്കായുടെ വലിയൊരു പ്രത്യേകത. ഫുൾ സ്റ്റോറി ടൈറ്റിൽ എഴുതിക്കളെ അങ്ങനെ സംഭവം ഉണ്ട്. അങ്കിൾ ഫ്രം അനദർ വേൾഡ് നല്ല കോമഡി സാധനമാണ്. ക്യാമ്പ് ഫയർ കുക്കിംഗ് ഇൻ അനദർ വേൾഡ് വിത്ത് മൈ അബ്സർഡ് സ്കില്ല്. സൂപ്പർ സാധനം കേട്ടോ, കണ്ടു നോക്ക്. നെറ്റ്ഫ്ലിക്സിലുണ്ട്. അതിന്റെ 2-3 എപ്പിസോഡൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. Camp Fire Cooking in Another World. Camp Fire Cooking in Another World with my absurd skill. Just as that, he's a cook.
അണ്ണൻ ടെലിപ്പോർട്ടഡ് ആവും. അവിടെയുള്ള മറ്റേ ഇതിനെ മോൺസ്റ്റേഴ്സിനെ ഒക്കെ വെച്ച് പുള്ളി കുക്ക് ചെയ്യാൻ തുടങ്ങും. പുതിയ പുതിയ ഇൻഗ്രീഡിയൻസ് കിട്ടുമ്പോ അവനും ഒരു സന്തോഷം. അപ്പോൾ രസമുള്ള പരിപാടിയാണ് അത്, ഒരു കിട്ടുന്ന സാധനം. അതിനൊക്കെ സണ്ണി ബോയ് ഉണ്ട്. സണ്ണി ബോയ് ഈസ് ലൈക്ക് എ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ഫോർ ഇസക്കായി. കിട്ടുന്ന സാധനമാണത് സണ്ണി ബോയ്, സൂപ്പറാണ്. കണ്ടില്ല, മസ്റ്റ് റെക്കമെൻഡ് സാധനമാണ്. ഡ്രിഫ്റ്റേഴ്സ് മസ്റ്റ് റെക്കമെൻഡ് ആയിട്ടോ, ഡ്രിഫ്റ്റേഴ്സ്. അതേപോലെ വെൽക്കം ടു ഡീമൻ സ്കൂൾ ഇറുമാക്കുൻ. ഞാൻ ഇത് ബിഞ്ച് വാച്ച് ചെയ്ത സാധനം, അത് അത്ര സൂപ്പറാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. ഒരു കുട്ടി അവനെ എല്ലാവരും തഴഞ്ഞിട്ടേക്കുന്നതാണ്. അവൻ പറഞ്ഞ അവൻ എന്ത് പറഞ്ഞാലും അവന് നോ പറയാൻ അറിയത്തില്ല. സോ അവനെ കൊണ്ട് എല്ലാ ജോലിയും മറ്റേ അവരടുത്ത് ജോലിക്ക് ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വന്ന് അവരുടെ ജോലി ഇവൻ്റെ എല്ലാം കൊടുക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇവൻ്റെ ഫാമിലി ഇവന് ഒരു കോൺട്രാക്റ്റ് വെച്ചിട്ടുണ്ട് ഡെവിളുമായിട്ട്. അതായത് മോനെ ഈ പറഞ്ഞ ഡെവിളിന് കൊടുക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഡെവിൾ വരുന്നു ഈ ചെറുക്കനെ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ചെറുക്കനെ കൊണ്ടുപോവുക. പക്ഷെ ഡെവിളെന്ന് പറഞ്ഞ ഒരു അപ്പൂപ്പനാണ്. പുള്ളിക്കാരനൊരു കൊച്ചുമോൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ഈ കൊച്ചിനെ തിരക്കുന്നത്. അങ്ങനെയാണ് ഈ ചെറുക്കനെ കിട്ടുന്നത്. അങ്ങനെ ഈ ചെറുക്കനെ അവിടുത്തെ ഈ ഡീമൻ സ്കൂളിൽ ചേർക്കുന്നത്. അപ്പോഴാ സ്കൂളിലുള്ള എല്ലാ ഡീമൻസും ഇവൻ മാത്രം മനുഷ്യനുമാണ്. ബാക്കിയുള്ളവർ എന്നിട്ട് രാവിലെ നാഷണൽ ആന്തം പാടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ ഞങ്ങളുടെ ഫുഡാണ്, മനുഷ്യനെ ഞങ്ങൾ ഇവൻ നടുക്കിക്കുക. എൻ്റെ ആലോചിച്ച് നോക്കണം, ആരെങ്കിലും ഒരു വാക്ക് ആരെങ്കിലും പറഞ്ഞ് ഇവൻ മനുഷ്യനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ചത്ത് തിന്ന് എല്ലാവരും കൂടി. ഇതാണ് അവസ്ഥ. അപ്പോഴാ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ കഥ പോകുന്നത്. കിട്ടുള്ള സാധനമാണ്. ഈ സാധനം ഇവൻ്റെ ഫ്രണ്ട്സായിട്ട് കിട്ടുന്ന എല്ലാം ഈ പറഞ്ഞ ഡീമൻസ് ആണ്. അവരോട്ടുള്ള ലൈഫ് സ്റ്റൈൽ കാര്യം കിട്ടില്ലോ. നൈസ് സാധനം, ബിഞ്ച് വാച്ച് ചെയ്ത് ചത്ത സാധനം അത്. പിന്നെ ദ ലെജൻഡറി മുഷോക്കോ തെൻസായി. മുഷോക്കോ തെൻസായിയുടെ ഒരു ഫാനായ മിസ്റ്റർ മുടിയൻ വന്നിട്ടില്ല. മുഷോക്കോ തെൻസായി ഇറ്റ് ആൾസോ കംസ് ഇൻ എച്ചി ഹരം. എച്ചിയും അതിനകത്ത് അതിൻ്റെ ഒരു പാർട്ടാണ് സ്റ്റോറിയുടെ. ആ ഒരു സബ് ജോണറിൽ വരുന്നുണ്ട്. മുഷോക്കോ തെൻസായി ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും. അതിനൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ദാറ്റ് ടൈം ഐ റീഇൻകാർണേറ്റഡ് ആസ് എ സ്ലൈം. അത് മിക്ക ആൾക്കാരും കണ്ടുള്ള അനിമ തന്നെ ആയിരിക്കണം. കണ്ടിട്ടില്ലെങ്കിൽ കേട്ടിട്ടെങ്കിലും. ദാറ്റ്സ് ദ ഗേറ്റ് വേ ടു ഇസക്കായി. മിക്ക ആൾക്കാരും ഇസക്കായി സ്റ്റാർട്ട് ചെയ്യുന്നത് ദാറ്റ് ടൈം ഐ ഇൻകാർണേറ്റഡ് ആസ് എ സ്ലൈമിനകത്താണ്. ആനിമേഷൻ ആണെങ്കിലും ആനിമേഷൻ ഡോപ്പ് ആനിമേഷൻ ആണ്. പിന്നെ അതിനകത്ത് ഒരു ഫേമസ് സീൻ എല്ലാവരും ഞാൻ ഇവനെ കൊന്നോട്ടെ. പിന്നുള്ളത് എമിനൻസ് ഇൻ ഷാഡോ, ദ മോസ്റ്റ് ഫേമസ് റീസെന്റ് ഇയേഴ്സ്. അതും മിക്ക ആൾക്കാരും കേട്ടെങ്കിലും ഉണ്ടാവും. പിന്നെ അറ്റോമിക്. പിന്നുള്ളത് പറഞ്ഞാൽ ഈ സബ് ജോൺറ ആയിട്ടുള്ള ഇസക്കായിക്ക് ഒരു സബ് ജോൺറ ഉണ്ട്. അതാണ് MMORPG, VRRPG, VRMMO. അല്ലെങ്കിൽ അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ ഗെയിം കളിക്കുന്നു, ഗെയിമിംഗ് വേൾഡിലോട്ട് ഇവർ കടന്നു പോകുന്നു. ഇവർക്കൊരു നോർമൽ ലൈഫും കാണും, ഒരു ഗെയിമിംഗ് ലൈഫും കാണും. ചിലപ്പം റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവർ വെറും ട്രാഷ് ആയിരിക്കും. ഗെയിമിംഗ് ലൈഫിൽ ഇവർ ഹീറോ ആയിരിക്കും, ഓവർ പവേർഡ് ഹീറോ ആയിരിക്കും. റെഡി പ്ലെയർ വണ്ണിൽ അവൻ അങ്ങനെ ഓവർ പവേർഡ് അല്ല. അവനാണല്ലോ മെയിൻ ക്യാരക്ടർ. അതാണല്ലോ തീം. രണ്ട് ലൈഫ് ഉള്ളത് ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. അതിനകത്ത് പറയുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഗെയിമിംഗ് വേൾഡിൽ പോകുന്ന രീതിയിലുള്ള പറയുകയാണെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് SAO, സോഡ ആർട്ട് ഓൺലൈൻ. ഫസ്റ്റ് സീസൺ ഗോട്ടഡ്, സെക്കൻഡ് സീസൺ സോഡ ആർട്ട് ഓൺലൈൻ നമ്മുടെ മെയിൻ ഫാൻ അസുനയാണ്. അതെ, എനിക്ക് ഇഷ്ടമാണ് ഉള്ളവരാണല്ലോ. ഫസ്റ്റ് സീസൺ എനിക്ക് ആ സ്റ്റോറി എനിക്ക് ഇഷ്ടമാണ്. അതിനകത്ത് പിന്നെ ആ റൊമാൻസ് വന്നപ്പോൾ റൊമാൻസിനെ കറക്റ്റ് ഹാൻഡിൽ ചെയ്തില്ല. അതായത് സെക്കൻഡ് സീസണിൽ വരുമ്പോൾ റൊമാൻസും കൂടി ഇത് വരുന്നുണ്ട്. ആ റൊമാൻസിനെ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അത് പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ സംഭവിച്ചത്. പിന്നുള്ള ഓവർലോഡ് കുറെ ആൾക്കാർ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഇസക്കായി, ഹവെവർ നോട്ട് ദ ബെസ്റ്റ് ഇസക്കായി. ഐ ഡോണ്ട് ലൈക്ക് ഓവർലോഡ്. ഓവർലോഡ് മറ്റേ കുറച്ചും കൂടി ആ സൈഡിലോട്ട് ഞാൻ അൽബിദോനെ കണ്ടുകൊണ്ടാണ് അത് കാണാൻ പോയത്. സത്യസന്ധമായിട്ട് പറയാലോ, ഏതോ ഒരു ഫേമസ് കോസ്പ്ലെയർ അൽബിദോനെ കോസ്പ്ലേ ചെയ്തേക്കുന്ന കണ്ടു ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു ഫേമസ് സീനുണ്ട്. അതായത് ഒരു സെൻസറി മാജീഷ്യൻ ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ റിങ് എടുക്കുന്ന സീൻ. ആ സീനും കൂടെ കണ്ടപ്പോഴാണ് ഓക്കെ ഫൈൻ ഐ വാച്ച് ഇറ്റ് എന്ന് പറഞ്ഞ് കണ്ടത്. പക്ഷേ MC നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടർ അല്ല ഒട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ മറ്റേ റോബോട്ട് സംസാരിക്കുന്ന നമുക്ക് സംസാരം,
there is no emotions. ഇവന് ശരിക്കുള്ള ലോകത്ത് ഇവന് ഇമോഷൻ ഉണ്ട്, പക്ഷെ ഈ ഗെയിമിനകത്ത് കയറിയ പിന്നെ ഇവന് ഇമോഷൻ അതാണ് പ്രശ്നം. അങ്ങനെ എന്തൊക്കെയോ. അത് ഈ പറഞ്ഞ നോർമൽ ഒരു ഇസക്കായിക്കകത്താണെങ്കിൽ ഇപ്പം അങ്കിൾ ഫ്രം അനദർ വേൾഡ്, ഹി ഹാസ് നോ ഇമോഷൻസ്. ഇമോഷൻലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിയേർഡായിട്ടുള്ള ഇമോഷൻസാണ്. അങ്ങനെയുള്ള ഒരുപാട് അനിമകളുണ്ട് ഇപ്പോൾ. അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും, കാരണം അത് പുള്ളി അങ്ങനെ ആണ് എന്ന് നമ്മളങ്ങ് ചിന്തിക്കും. പക്ഷേ ഇതിനകത്ത് പറയുമ്പം പുള്ളി റിയൽ ലൈഫിൽ നല്ല ഇമോഷനൊക്കെ ഉള്ള നോർമൽ മനുഷ്യൻ. ഇത് കയറി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് റോബോട്ട് കണക്കാവുന്നു. ഇറ്റ് ഡസൻ മേക്ക് സെൻസ്. ഈവൻ ദോ ഇസക്കായ ഡസൻ മേക്ക് സെൻസ്. ഇഷ്ടപ്പെടുന്നവർ കാണും കേട്ടോ. അടുത്ത ലോ ഹൊറൈസൺ നല്ലൊരു MMORPG. പിന്നെ ബോഫുരി എന്ന് പറഞ്ഞാൽ MMORPG ടെക്സ്റ്റ് ബുക്ക് ഒരു ഉണ്ടെങ്കിൽ അത് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ബോഫുരിയാണ്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലെറ്റ് us know, കമന്റ് ഡൗൺ ബിലോ. സംഭവം നെക്സ്റ്റ് സ്പോർട്സ് ആനിമേ. സ്പോർട്സ് ആനിമേ is something that I'm not really in touch with. എനിക്ക് എന്തോ കാണാൻ വലിയ താല്പര്യമില്ലാത്ത പരിപാടിയാണ്. ഹൈക്യൂ ഒന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്തു, കുറുകുനോ ബാസ്കറ്റ്ബോൾ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ബ്ലൂ ലോക്ക് സ്പോർട്സ് ആനിമേ ആണോ അല്ലയോ എന്നുള്ളതിന്റെ കോൺവെർസേഷൻ നടക്കുവാണ്, ബട്ട് സ്റ്റിൽ ഞാൻ കണ്ട് ഡ്രോപ്പ് ചെയ്തു. എന്തോ എനിക്ക് സ്പോർട്സ് ആനിമേ നമ്മളെല്ലാരും കണ്ട ഒരു സ്പോർട്സ് ആനിമേ ഉണ്ട്, ഇന്നസൂമ 11. കാർട്ടൂൺ നെറ്റ്വർക്കിൽ വന്നോണ്ടിരുന്ന എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും. ഹജിമേനോ ഇപ്പോ സർപ്രൈസിംഗ്ലി നൈസ്. ഐ ലൈക്ക് ഹജിമേനോ ഇപ്പോ, പക്ഷെ എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹജിമേനോ is a wonderful anime to be honest. ഹജിമേനോ എനിക്ക് തോന്നുന്നത് അത് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് വൺസ് വുഡ് ഗെറ്റ് ദി ബോക്സിംഗ് എടുക്കണം എന്നുള്ള ആ ത്വര വരും. ട്രെയിനിങ്ങിന്റെ കാര്യം പറ്റി ആലോചിക്കുമ്പോഴത്തേക്കും വേണ്ടെന്ന് വെക്കും. ചിലര് പോയി ഏറ്റെടുക്കും, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. നമുക്ക് ഇതുവരെ ശരിയായിട്ടില്ല. നീ പറ. അതുകൊണ്ട് ജിമ്മിൽ പോയാ വിശപ്പ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ ആദ്യത്തെ മറ്റേ ഈ നമ്മള് ഈ കാർഡിയോ എക്സസൈസ് കണ്ടീഷനിങ് നല്ല പാടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ടച്ചിലെത്തി കഴിഞ്ഞാൽ പിന്നെ നൈസ് പരിപാടിയാണ്. എക്സ്പ്ലോറേഷൻ ആണ്, പിന്നെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുക നമ്മൾ ആ ഒരു ഫീൽഡ്. പൈസ ആയിട്ടാണ് മാസം 3000 രൂപ കൊടുക്കാനില്ല. കാശിട്ട് നോക്കാം. അതെ, കാശിട്ട് നോക്കാം. എൻ്റെ പറയുകയാണെങ്കിൽ അങ്ങോട്ട് എൻ്റെ ഫേവറേറ്റ് ജോൺറകളൊന്നാണ് സ്പോർട്സ് ആനിമേ. ബിക്കോസ് ഹൈ അഡ്രിനാലിന്, അതായത് നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ഇത് സാധനത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അഡ്രിനാൽ റഷ് ഉണ്ടല്ലോ, വി ക്യാൻ ഫീൽ ഇറ്റ്. ചില സാധനങ്ങൾ അതിന് ഓപ്പോസിറ്റായിട്ട് ഈ പറഞ്ഞ ആവശ്യമില്ലാതെ കുറേ ഡയലോഗ്സും, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ബേസ്ബോൾ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ബോൾ, ഒരാൾ പേസ് ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ ആ ബോളറിൻ്റെ കയ്യിൽ നിന്ന് ബാറ്റ് എത്താൻ വേണ്ടി ഒരു സെക്കൻഡിൻ്റെ ഒരു 4 അംശം എടുക്കത്തുള്ളൂ. ആ സമയത്ത് ഇവ 1.5 പാരഗ്രാഫ് ചിന്തിക്കും, 2 പാരഗ്രാഫ് സംസാരിക്കും. ഇതാണ് ചില അനോയിങ് ക്യാരക്ടറിസ്റ്റിക്. നോ ബ്ലൂ ലോക്ക് ഫാൻസ് ആർ ഹർട്ട്. അതുകൊണ്ടാണ് ഞാൻ ഫുട്ബോൾ മാറ്റി ക്രിക്കറ്റ് പറഞ്ഞത്. അതാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഇപ്പോൾ ഒരു ലോ ഫ്ലറ്റ് പാസ് ഒരു ഫുട്ബോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എത്ര കൂടാ ഇവ അതിനിടയ്ക്ക് പോയി വീട്ടിൽ പോയി ചോറും കഴിച്ച് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ആ ബോൾ അവിടെ തലയിൽ എത്തത്തോളൂ. ഇതാണ് പ്രശ്നം ഈ പറഞ്ഞ സ്പോർട്സ് ആനിമയുടെ. പക്ഷെ അതുണ്ടെങ്കിൽ കൂടി നമ്മൾ എൻഗേജ് ചെയ്യുന്ന ചില ആനിമകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ഹജ്മേനോ. ഇപ്പോൾ അതിനകത്ത് ആ ഒരു ഇതുണ്ട്. അതേണക്ക് തന്നെ ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഫിസിക്സും ഫ്ലൂയിഡിറ്റിയും സ്റ്റോറിയും ഈവൻ ദ ആനിമേഷൻ ഈസ് മാം ഓക്കെ മേന്ന് പറയാൻ പറ്റത്തില്ല, ഇറ്റ്സ് ഓക്കെ. ആ രീതി പറയുന്നതാണ് ഹൈക്യൂ എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി സ്റ്റോറി ഈസ് ഗുഡ്, ടിപ്പിക്കൽ സ്റ്റോറി ലൈനാണ്, നല്ല ഓക്കെ. അപ്പോൾ അതിനകത്ത് വരുന്നത് പറഞ്ഞാൽ ഈ സ്പോർട്സ് ആനിമേ നമുക്ക് 2 ആയിട്ട് ആണ് തരംതിരിച്ച് പറയുന്നത്. ഒന്ന് റിയലിസ്റ്റിക്കും, 2 അൺറിയലിസ്റ്റിക്കും. നമ്മളിതിൻ്റെ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡിസ്കഷൻ അബൌട്ട് ഈ ബ്ലൂ ലോക്ക് സ്പോർട്സ് ആനിമേ ഓർ ഷോണൻ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് ഫാൻറ്റസി ഓർ സംതിങ് എൽസ്, ഓക്കെ ആയിക്കോട്ടെ. പക്ഷെ അതെന്ന് പറഞ്ഞാൽ അൺറിയലിസ്റ്റിക് സ്പോർട്സ് ആനിമയ്ക്കകത്ത് വരുന്ന ഒരു സാധനമാണ് ബ്ലൂ ലോക്ക് എന്ന് പറയുന്നത്. 2 രീതി തിരിക്കുകയാണെങ്കിൽ ആദ്യം പറയുന്നത് റിയലിസ്റ്റിക് പറയാൻ എക്സാമ്പിൾ പറയാനായിട്ട് ഹൈക്യൂ ഉണ്ട്, 2 സ്ലാം ഡങ്ക് ഈ സൈനൻ
ഹൈക്യൂസ് ഷോൺ. അടുത്ത ഹജിമേനോ ഇപ്പോ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ഫോർ ഹൗ ടു മേക്ക് എ സ്പോർട്സ് ആനിമെ. അടുത്ത ഡയമണ്ട് നോ ഏസ് എന്ന് പറയുന്നത് ഒരു ബേസ്ബോളാണ്. നൈസ് സാധനമാണ്, പക്ഷെ അതിനകത്തും ഈ പറഞ്ഞ ഒരു ബോൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് കോൺവെർസേഷൻ ഉണ്ട്. യെറ്റ് ഇറ്റ് ഈസ് ഗുഡ്, ഐ ലൈക്ക് ഇറ്റ്. അടുത്ത അവാഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ലൈക്ക് ബ്ലൂ ലോക്ക് ബട്ട് ഇഫ് യു ഡോണ്ട് ലൈക്ക് ദ ഫുട്ബോൾ ഇൻ ബ്ലൂ ലോക്ക് then you can watch Awashi. Yes. Okay. പിന്നെ ഒരു ഹോട്ട് ടാക്ക് ഉണ്ട്, ഗ്രാൻഡ് ബ്ലൂ. Okay. ഗ്രാൻഡ് ബ്ലൂ ഈസ് എ സ്പോർട്സ് ആനിമെ എന്ന് ഞാൻ പറയും. Why? കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്പോർട്സ് ആനിമെ കണ്ടാൽ നമ്മളെ ഇൻസ്പയർ ചെയ്യണം അല്ലേ. ഒരു സ്പോർട്സ് ആനിമെ കാണുമ്പം ഹജിമേനോ ഇപ്പോൾ കാണുമ്പോൾ ഞാൻ ബോക്സിങ് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഹജിമേനോ ഇപ്പോൾ കാണുമ്പം എനിക്കൊന്ന് സ്പാർ ചെയ്യാൻ തോന്നും. ഞാൻ അല്ലെങ്കിൽ ഒരു 2 സ്റ്റെപ്പെങ്കിലും ചുമ്മാ നിട്ട് നോക്കും. അത് ഒരു നമ്മളൊരു മോട്ടിവേറ്റ് ചെയ്യാണ്, ഇൻസ്പയർ ചെയ്യാണ്. ഗ്രാൻഡ് ബ്ലൂ ഡ്രീമിങ് കണ്ട സമയത്ത് ഞാൻ ലിറ്ററലി എനിക്ക് സ്കൂബ ഡൈവ് ചെയ്യണം എന്ന് പറയുന്നൊരു ആഗ്രഹം അത്രയ്ക്ക് അധികമായിരുന്നു. സ്കൂബ ഡൈവ് ചെയ്യണം ആ ഒരു സ്പോർട്സിനോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം ഈ ഒരു ആനിമെ കണ്ടപ്പം തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് മാത്രമല്ല സ്പോർട്സിനകത്താണ് ആ ഒരു ആനിമെ ഇവോൾവ് ചെയ്യുന്നത്, ആ ഒരു സ്റ്റോറി ഇവോൾവ് ചെയ്യുന്നത് സ്പോർട്സിനകത്താണ്, ഈ ഒരു സ്ക്യൂബ ഡൈവിങ്ങിനകത്താണ് ഇവോൾവ് ചെയ്യുന്നത്. സോ അതുകൊണ്ടുകൂടി ഞാൻ പറയുന്നത് ഇറ്റ് ആൾസോ ഗീവ് ദ സ്പോർട്സ് ഒരു ഗെയിമിനെ അതിനകത്ത് പൊർട്രേ ചെയ്യുന്നുണ്ട്. അതാണ് അതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സോ അപ്പോഴും നോർമലി അതിനകത്ത് സ്പോർട്സ് ആനിമെ ആവുമല്ലോ. അതിനകത്ത് പിന്നെ ഈ പറഞ്ഞ ഭയങ്കരമായ പവറപ്പുകളോ അല്ലെങ്കിൽ ഹൈ ലെവൽ എന്തിനു പറയുന്നത് ഇപ്പോൾ മാജിക് ടൈപ്പ് ഒന്നും കാണിക്കുന്നില്ല. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ റിയലിസ്റ്റിക് സ്പോർട്സ് ആനിമെ. ഇത് എൻ്റെ ടേക്കാണ്, ഇത് ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല. അതൊരു കോമഡി അറിയിക്കാവുന്നതാണ്. അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അൺറിയലിസ്റ്റിക്. ദിസ് ഈസ് ദ മോസ്റ്റ് കോൺട്രവേഴ്സ്യൽ ടോപ്പിക് ഇൻ സ്പോർട്സ് ആനിമെ. സിമ്പിൾ പറയുകയാണെങ്കിൽ കുരോക്കനോ ബാസ്കറ്റും ബ്ലൂ ലോക്കും ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന അൺറിയലിസ്റ്റിക്. ബ്ലൂ ലോക്ക് ഈസ് ഡെഫിനറ്റ്ലി അൺറിയലിസ്റ്റിക് സ്പോർട്സ് ആനിമെ. കാരണം ബ്ലൂ ലോക്കിൽ പറയുന്ന ക്യാരക്ടേഴ്സിന് പലർക്കും റിയൽ ലൈഫ് ഫുട്ബോളേഴ്സുമായിട്ട് ഒരുപാട് സാമ്യം ഉണ്ടെങ്കിലും ഇപ്പോൾ അവരുടെ പ്ലേയിങ് സ്റ്റൈലാണെങ്കിലും ഇപ്പോൾ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് അതിനകത്തുള്ള മെയിൻ നടൻ. അത് എസ്പെഷ്യലി ഇപ്പം പറയുകയാണെങ്കിൽ ടോണി ക്രൂസ് അല്ലെങ്കിൽ നമ്മുടെ മെസ്സി, ഇവരൊക്കെ ക്രിയേറ്റീവ് പ്ലേ മേക്കേഴ്സ്. അപ്പോൾ ആ ഒരു റഡാർ യൂസ് ചെയ്ത് കളിക്കുന്നവർ, അവരുടെ ചുറ്റിന് നടക്കുന്ന ഒപ്പോണൻസിനെയും അവരുടെ കൂടെ കളിക്കുന്നവരെയും അവർക്ക് മറ്റേ കാണാൻ പറ്റും. ഒരു ഹോക്കായി സെറ്റപ്പ്. അതാണ് ഈ പുള്ളിക്കാരൻ്റെ കഴിവും ഇതിനകത്തുള്ള MC-യുടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. മറ്റേ എംബാപ്പയുടെ ടൈപ്പിലുള്ള പ്ലേയേഴ്സിനെ കാണിക്കുന്നുണ്ട്, റൊണാൾഡോയുടെ ടൈപ്പിലുള്ള പ്ലേയേഴ്സിനെ കാണിക്കുന്നുണ്ട്, ഇബ്രാഹിമോവിച്ചിൻ്റെ ടൈപ്പിലുള്ള പ്ലേയേഴ്സിനെ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്തിനു പറയുന്ന ഒരു അൺറിയലിസ്റ്റിക് സൂപ്പർ പവേർഡ് പ്ലേയേഴ്സ് ആണ് അത് കാണിക്കുന്നത്. അങ്ങനെയാണ് ഒരെണ്ണം കൂടെ ഉണ്ട്, ആദ്യത്തെ ഡ്രാഗൺ ബോൾ. കംപ്ലീറ്റ്ലി അതിനകത്ത് ഫൈറ്റിംഗ് ടൂർണമെന്റും, അതായത് റെഡ് റിബൺ ആർമി ആയിട്ട് ഗോക്കു ഫൈറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഒഴിച്ചു കഴിഞ്ഞാല് ദേ ആർ പ്രിപ്പയറിംഗ് ഫോർ എ ടൂർണമെന്റ്. ദെയർ ഈസ് എ ടൂർണമെന്റ്. അതെ, ടൂർണമെന്റിൽ ബ്രൂസ്ലി ഇൻസ്പയർഡ് ആയ ഒരു ക്യാരക്ടറിനെ പോലും ഗോക്കു തോപ്പിക്കുന്നുണ്ട്. സോ DB is a fantasy sports anime if you ask me. It's also take Dragon Ball സീല് വന്നപ്പം പിന്നെ അവര് മറ്റേ ലേസർ ഷൂട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ആയി. നമ്മളൊക്കെ കണ്ടു വളർന്നായിരുന്നു കേട്ടോ. അത് പറഞ്ഞാൽ അതിനോട് താല്പര്യമല്ല, അതിനോടൊരു ഇഷ്ടം എന്നും ഉണ്ടാവും. ഈ കുരോക്കനോ ബാസ്കറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആൾക്കാർക്ക് ഡിഫർ ചെയ്യാം. ഒരു കുരോക്കനോ ബാസ്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബാസ്കറ്റ് ബോളുമായിട്ട് ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് വരെ അത് ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് സ്പോർട്സ് ആനിമെ റിയലിസ്റ്റിക് ആടായി എന്ന് പറയുന്നവരടുത്ത് ഏത് മിഡിൽ സ്കൂളിലെ ഒരു ചെറുക്കനാണ് സ്ലാം ഡങ്ക് ചെയ്യാൻ പറ്റുന്നത്? ഇവിടുത്തെ 190 അമേരിക്കയിലെ മിഡിൽ സ്കൂളേഴ്സ് ആയിരിക്കും അവിടെ ഡങ്ക് ചെയ്യാൻ പറ്റൂടാ. പോടാ, നീ കാണാൻ പറ്റേ കൊന്നപ്പുറത്തായി സാധനം ഇരിക്കുന്നത്. ബാസ്കറ്റ് ബോളിന്റെ കോർട്ടിൽ പോയിട്ട് അതിന്റെ ഇങ്ങനെ നോക്കിയാൽ മതി. ഇതെവിടാ നിൽക്കുന്നതെന്ന് നോക്കിപ്പോ ഏതോ 2-3 പ്ലേയേഴ്സിന്റെ ഒക്കെ ഇങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള 1-2 പേര് കാണും, അല്ലെങ്കിൽ ഒരു 5-6 പേര് കാണും. ഇപ്പൊ നമ്മളിവിടെ ഒരു നാട്ടിലെടുത്ത് നോക്കുകയാണെങ്കിൽ
ചിലപ്പോ ഒരാൾക്കൊക്കെ ആയിരിക്കും അത്രയും അതും നമ്മടെ ഒരു മിഡിൽ സ്കൂൾ. എന്റെ ആ മിഡിൽ സ്കൂളൊന്നും എന്റെ കോളേജ് സമയത്ത് ഇവിടെ കുറെ ഉണ്ടായിരുന്നു. 14-15 വയസ്സുള്ള ഒരു പയ്യൻ, അവൻ സ്ലാം ഡങ്ക് ചെയ്യണമെങ്കിൽ 190 ഹൈറ്റ് ഉള്ളവരും അതിന്റെ മുകളിലുള്ളവരാണ് ഈ പറഞ്ഞ സ്ലാം ഡങ്കിനകത്ത് നിൽക്കുന്നത് മിക്കവരും. 6 ഇഞ്ചിനൊക്കെ മുകളിലുള്ളവരൊക്കെയാണ് ഈ പറഞ്ഞ സ്ലാം ഡങ്ക് ചെയ്യുന്നവര്. കാരണം അവർക്ക് ആ ഹൈറ്റിൽ എത്തത്തുള്ളൂ. അത്രയും റീച്ച്. ഇതിനകത്ത് ഒരു 15 വയസ്സുള്ള പയ്യൻ ആയിട്ട് ഇതിനകത്ത് കാണിക്കുന്ന മെയിൻ ക്യാരക്ടറിന്റെ കൂടെ ഉള്ളവൻ, കുരോക്കോടെ കൂടെ ഉള്ളവൻ ചാടിയിട്ട് ആ ഇതുണ്ടല്ലോ ബോർഡിന്റെ മുകളിൽ തട്ടും. That means he is flying. ബാസ്കറ്റിന്റെ ഹൈറ്റ് കുറവായി. അല്ല, അതൊരു 15 വയസ്സുള്ള പയ്യൻ റൊണാൾഡോയുടെ ഹൈറ്റിനെ വരെ തോപ്പിച്ചു എന്നാണ് അതിനർത്ഥം. അതിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെ. അതായത് അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിനകത്ത് കാണിക്കുന്ന ഈ പറഞ്ഞ കുരോക്കനോ ബാസ്കറ്റ് കാണിക്കുന്ന ഒരു ടീമിന് NBA പ്ലെയേഴ്സ് ആയിട്ടുള്ള ഷക്കീലോ നീലയും ഇപ്പം അങ്ങനെയുള്ള പ്ലെയേഴ്സ് ഉണ്ടല്ലോ, ഇവരെ എല്ലാവരും വെച്ചിട്ടൊരു ടീം ഇറക്കിയാൽ പോലും ചിലപ്പോൾ അവരെ തോപ്പിക്കാൻ വേണ്ടി ഹൈസ്കൂളേഴ്സിന് പറ്റും, അല്ലെങ്കിൽ മിഡിൽ സ്കൂളേഴ്സിന് പറ്റും, ഒരു NBA ടീമിന്. ആ അത്രയും പവേർഡ് ആയിട്ടാണ് ഒരു മിഡിൽ സ്കൂൾ ടീമിനെ പറയുന്നത്. എന്നുള്ളൊരു കാര്യങ്ങളുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഫാന്റസിയിലോട്ട്. പക്ഷെ ഹജ്മനോപ്പോ അങ്ങനല്ല. ഹജ്മനോപ്പയ്ക്കകത്ത് പറയുന്ന എല്ലാത്തിനും ഇതുണ്ട്, പോയിന്റേഴ്സ് ഉണ്ട്. അത് ഓരോ തവണ ഇവോൾവ് ആവുമ്പോഴും അത് ചെയ്യുന്നത് ഇപ്പം അതും പക്ഷെ പോസിബിൾ ആയിട്ടോ. ബെയർ ഹാൻഡിൽ കരടിയെ കൊന്നവരുണ്ട്, പക്ഷെ അവരും കൂടെ ചാവുന്നുള്ളത് വേറെ കാര്യം. ഇപ്പം പീക്കബൂ സ്റ്റൈലിനകത്ത് ആദ്യം പീക്കബൂ ചെയ്യുന്നതും പീക്കബൂവിന്ന് പിന്നെ അവൻ എങ്ങനെ അത് ചേഞ്ച് ആവുന്നുള്ളതും ഒക്കെ അവൻ മറ്റേ കണ്ടിന്യൂസ്ലി പഠിച്ചു വരുന്നത് ഏത് പ്രായത്തിലാന്ന് നോക്കണം. വളരെ പതുക്കെ പഠിച്ച് കയറി വരുന്നത്. കോച്ചിന്റെ ഫ്ലാഷ് ബാക്ക് പറയുന്ന സീനാണ്, പുള്ളി മറ്റേ ട്രെയിനിന്റെ കൂടെ ഓടുന്ന സീൻ. അതൊക്കെ ഒരു രോമാഞ്ച സീനാണ്. അതൊക്കെ വെച്ച് കാറിന്റെ കൂടെ ഓടാനൊക്കെ നോക്കിയിട്ടുണ്ട്. ചില്ലറ കിഴപ്പൊന്നും അല്ല, അൺറിയലിസ്റ്റിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡൂലോക്ക് ഈസ് എ സ്പോർട്സ് ആനിമെ കം അണ്ടർ അൺറിയലിസ്റ്റിക് സ്പോർട്സ് ആനിമെ. ഓക്കെ, നെക്സ്റ്റ് ഈസ് കോമഡി. ഇഷ്ടപ്പെട്ട കോമഡി ആനിമെ ഏതാ പറയാ? വളരെ നൈസാണ്. GTO എഴുതിയിട്ടുണ്ട് ഞാൻ. Like the first thing എന്റെ ഗ്രേറ്റ് ടീച്ചർ ഒനിസുക ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് എന്റെ മോനെ ആ സാധനം കൊണ്ടുപോണ പേസ് ഉണ്ടല്ലോ, എന്റെ മോനെ എക്സ് ഗാങ്സ്റ്റർ ടീച്ചർ അത് മറ്റേ ബാക്ക് ബെഞ്ചേഴ്സ് എങ്ങനെ ആക്കാൻ നോക്കുന്ന ആ സീനാണ്. അത് ഒരു മാൻവേ ഉണ്ട്, ഗെറ്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. ഗെറ്റ് സ്കൂൾ ഏകദേശം കിട്ടുള്ള സാധനം. പിന്നെ വൺ പഞ്ച് മാൻ ഞാൻ കോമഡി ആയിട്ട് കണ്ടിട്ടില്ല. ഈവൻ ദോ ജാതി കോമഡി അത് മറ്റേ ഇതാണ് ഈ ക്ലീഷേ ബ്രേക്കിംഗ് കോമഡീസ്. അതുകൊണ്ട് അതല്ല മറ്റേ ചെറുക്കം മറ്റേ പറന്ന് എന്നിട്ട് ചാടി വരുമ്പോഴത്തേക്ക് ആളെ കൈയെടുത്ത് വെക്കുമല്ലോ. വേദന ഇപ്പൊ വന്നു. അവൻ പോയി നിൽക്കുന്ന ഇപ്പൊ ഞാൻ പിന്നെ വരാന്ന് പിന്നെ തോപ്പിക്കുന്നു. അത് സ്ലോ മോഷനിൽ കാണിക്കുന്നുണ്ടല്ലോ. ഫിസിക്സിന്റെ ഒന്ന് മറ്റേ ജെനോസ് സാർ നിങ്ങളെ സീക്രട്ട് പറഞ്ഞു തന്നേ പറ്റുള്ളൂ. 10 കിലോമീറ്റർ ഓടണം, 100 ജമ്പ് സ്ക്വാറ്റ്സ്, 100 പുഷപ്പ്. അല്ല അത് മറ്റേ ഇവൻ മറ്റേ ഈ സൈഡ് ജമ്പ് ചെയ്യുന്ന സീനില് മറ്റേ 4 ആയിട്ട് കാണിക്കുമ്പോഴത്തേക്ക് ഇവന്നൊരു സൈഡ് ജമ്പ് ഉണ്ട്. എന്തോ പവർ, എന്തുകൊണ്ട് ഇതിന്റെ ടെക്നിക്കിന്റെ പേരെന്ന് സൈഡ് ജമ്പ് എന്ന്. സീരിയസ് സൈഡ് ജംപ്സ്. വെർട്ടിക്കൽ ജമ്പില് കൊറേ കോമഡി സാധനം. അത് പക്ക ക്ലീഷേ ബ്രേക്കിംഗ് സാധനങ്ങളാണ് അതിനകത്ത് ഉള്ളത്. ആളെ ഇടിച്ചിട്ടിട്ട് അയ്യോ പച്ചക്കറി മേടിക്കാൻ മറന്നു. ടൂർണമെന്റ് ഇടയിൽ നിന്ന് ബസാറിലെ സെയിൽ എന്ന് പറഞ്ഞിറങ്ങി ഓടുന്ന സീൻ ഓർമ്മയുണ്ട്. അത് മറ്റേ ഈ കാബുത്തോയായിട്ടുള്ള ഫൈറ്റ് ഉണ്ടല്ലോ, കാർണേജ് കാബുത്തോയായിട്ട്. കാർണേജ് കാബുത്തോയിട്ട് അവൻ നിന്ന് ഇടി കൊണ്ടോണ്ടിരിക്കുന്നതിന് ഇടക്കിട്ടാണ് പറയുന്നത് ഞാൻ ഒരാഴ്ച വരെ ഞാൻ ഇതിനകത്തായിരിക്കും, ബെർസർക്കിലെ മോഡലായിരിക്കും. അപ്പൊ ഇത് അടുത്ത ശനിയാഴ്ച വരുന്നു. അപ്പൊ ഇന്ന് ശനിയാഴ്ച പൈസ കുറച്ച് മറ്റേ മാർക്കറ്റ് സെയിൽസ് നടക്കുന്ന ദിവസമാണ് എനിക്ക് പോണോന്ന്. ഒരൊറ്റ ഐഡിയ തീർന്നു.
ക്ലീശേ ബ്രേക്കിംഗ് ആണ്. മറ്റേ ആ ചെറിയ പെണ്ണുണ്ടല്ലോ മറ്റേ ടീ വെച്ചിട്ടാണ് എന്റെ പേര് ഞാൻ പറഞ്ഞേ, അവളവിടെ നിന്നിട്ട് ഇവന്മാരെ കുറ്റം പറയുമ്പോ ഈ ഏതാ ഈ ചളുക്കുന്നത് ഈ കൊച്ചുകാരെ അവിടെ കൊണ്ട് ജീനോസ് ചെല്ലുമ്പോഴത്തേക്കും ജീനോസിനെ മാങ്ങയിലൊരു ഫൈറ്റ് ഉണ്ട് ഇവര് തമ്മില്. ആരൊക്കെ ആയിട്ട്? ഈ പെങ്കൊച്ചും സൈതാമയും. സൈതാമയുടെ മറ്റേ റേജ് സീൻ ഭയങ്കര മറ്റേ ജിനോസിന് അത് പറ്റി കഴിഞ്ഞു. അതെങ്ങനാ ഒറ്റ കയ്യിൽ അവന്റെ ഒരു കയ്യിൽ അവന്റെ ഹാർട്ടാ ജനോസിന്റെ, മറ്റേ കൈയോട് മാത്രം ഫൈറ്റ് ചെയ്തത്, അതും കോസ്മിക് ആരോ. വരട്ട് സ്പോയിലർ അലേർട്ട് ഉണ്ടോ വായിക്കാത്ത മാങ്ക സ്പോയിലർ എന്ന് പറഞ്ഞാൽ ഇത്ര നല്ല സാധനം എടുത്ത് വെച്ചേക്കുന്നു, ഇത്ര നാളുടെ വായിച്ചില്ലെന്ന് പറയുമ്പോഴേ മാങ്ക വായിക്കാൻ ചിലർക്ക് കണ്ടാലേ അതിന്റെ സുഖമുള്ളൂ, ചിലർക്ക് വായിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല, ചില വെബ്സൈറ്റ്സ് അവൈലബിലിറ്റി, ചിലപ്പോൾ വായിക്കാനുള്ള പേഷ്യൻസ് ഉണ്ടാവില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. വീഡിയോ ഒക്കെ ആകുമ്പോൾ ചുമ്മാ ഇട്ടിട്ട് ഇങ്ങനെ ഇടുന്ന മതിയല്ലോ, മറ്റേത് എഫേർട്ട്. ഞാനിപ്പോ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് ചെയ്തേക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുതൽ താഴോട്ടാ. ശരി. ഫസ്റ്റ് വന്നാൽ ഗ്രാൻഡ് ബ്ലൂ ഡ്രീമിങ്. ഗ്രാൻഡ് ബ്ലൂ ഡ്രീമിങ്ങിനകത്ത് പറയുന്ന കോമഡികളാണ് കോമഡികൾ. നിച്ചിച്ചോ കണ്ടിട്ടുണ്ടോ? നിച്ചിച്ചോ നെവർ ഹേർഡ് അബൌട്ട് ഇറ്റ്. നെവർ ഹേർഡ് അബൌട്ട് ഇറ്റ്. ഇടയ്ക്ക് വെച്ചൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു റീല്. മറ്റേ അമ്പലത്തിൽ പോയിട്ട് മറ്റേ കൈ ഇങ്ങനെ അടിക്കും, ഇപ്പോഴും തലയിൽ കൂടി മറ്റേ ഒരു മണി വന്നിങ്ങനെ ഇടിക്കും, കൊച്ചു പെമ്പിള്ളാര്. അത് ലൈഫ് സക്സസ് എന്നും പറഞ്ഞ് അത് ആ സാധനമൊക്കെ നിച്ചിച്ചോയ്ക്കത്തുള്ളൂ. നിച്ചിച്ചോ പക്ക കോമഡി സാധനമാണ്. അടുത്ത തന്നെ ഗിന്താമ്മ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് 3ാം സ്ഥാനത്തിട്ടിരുന്നത്. പിന്നെ ഡണ്ടണൻ കോമഡി. OPM, വൺ പഞ്ച് മാൻ, ഡെയിലി ലൈഫ് ഓഫ് ഹൈസ്കൂൾ ബോയ്സ്, പക്ക ക്ലീഷേ ബ്രേക്കിങ്, നല്ല സ്റ്റോറി ലൈൻ. എൻ്റെ സൈക്കിക്കെ, സ്പൈ ഫാമിലി. സൈക്കിക്കയുടെ ഹ്യൂമർ എനിക്ക് അത്ര വർക്ക് ആയിട്ടില്ല. സൈക്കിക്കകത്ത് ക്ലീഷേ ബ്രേക്കിംഗ് കൂടുതൽ. സൈക്കിക്കയുടെ ഹ്യൂമർ എനിക്ക് എന്തോ അങ്ങോട്ട് ഇടയ്ക്കൊരു സീനുണ്ട്, മറ്റേ ഒരുത്തം വന്നിട്ട് ഇങ്ങനെ വണ്ടിക്കകത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒന്ന് വണ്ടി നിർത്തും, ഗ്ലാസ് താഴ്ത്തും, തണുക്കുന്നുണ്ട് ഡ്രൈവർ വണ്ടി എടുക്കാൻ. ഒരു സീനുണ്ട് അതിന്റെ. അതൊക്കെ GTO സക്കോമോട്ടോക്കുൻ കിട്ടില്ല സാധനം. നമ്മളെ സക്കോമോട്ടോ ഡൈസ് അല്ല, ഇത് സക്കോമോട്ടോക്കുൻ. മോബ് സൈക്കോ 100. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അനിമേഷൻ ജെല്ലായില്ല, അതുകൊണ്ട് അത് മറ്റേ മോബിന് മറ്റേ ചില സീൻസിലൊക്കെ പക്ക ബുള്ളിങ് ആണ്. മറ്റേ 100% ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ചുമ്മാ അപ്പുറത്തിരിക്കുന്നവന് ഇങ്ങനെ അടിക്കും, എന്നിട്ട് അപ്പുറത്ത് നീ ഇവിടെ എത്തിയോ പറഞ്ഞ് ഇങ്ങനെ അടിക്കും. എനിക്ക് അതിന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. നിന്നോട് ആരാടാ ഇവിടെ വരാൻ പറഞ്ഞു, അവിടെ ചെന്നിട്ട് വീണ്ടും അടിക്കും. നെക്സ്റ്റ് സൈഫൈ. 90s ശേഷം തീരെ കേട്ടിട്ടില്ലാത്ത വളരെ ഒരു ഡിക്ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജോൺറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റാർട്ടിങ് പറഞ്ഞാൽ ആസ്ട്രോബോയിയാ. ആസ്ട്രോബോയിലൂടെയാണ് സൈഫൈ വേൾഡ് കുറച്ചും കൂടിയൊക്കെ എക്സ്പാൻഡ് ആവുന്നത്. ആനിമേല് ഈവൻ നമ്മള് ഇപ്പം സൈഫൈ സിനിമകൾ ഇഷ്ടമല്ലേ, ഇന്റർസ്റ്റെല്ലാർ ഇതൊക്കെ ഇഷ്ടമല്ലേ? ഈ പറഞ്ഞ ഇതിനൊക്കെയാണെങ്കിലും സൈഫൈ സിനിമകൾ കാണത്തില്ലേ, പക്ഷെ സൈഫൈ ആനിമകൾ എത്ര കണ്ടിട്ടുണ്ട്? സൈഫൈ പറ്റിയത് അതെ സ്പീക്കർ ആദിൽ പറഞ്ഞോ. എന്നിട്ട് ഇല്ല, ഇവിടെ എങ്ങനെ തടം എടുക്കുക? ഞങ്ങൾ ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ തിരിച്ച്. നീ നിനക്ക് നിലവാരമില്ലാത്തോണ്ടോ? കുഴപ്പമില്ല, നല്ല കോമഡി നല്ല ആസ്വാദന ശേഷി ഇല്ലാത്ത തെണ്ടി. എടാ പോഡ്കാസ്റ്റ് പകുതി നിൽക്കുക, നിനക്ക് പെന്നാ വേണ്ടേ? ഇതും വീഡിയോയിൽ വരും. നിന്നെ റെക്കോർഡ് ചെയ്യുവാ, മൈക്കിൽ റെക്കോർഡ് ചെയ്യുക, സ്പീക്കറിലിട്ടേക്കുക. ഇനി ഒരിക്കൽ കൂടി വരുമെന്നാണോ അതോ അവസാനമായിട്ട് വരുമെന്നാണോ? പറയുന്നേട്ടാ ചെറുക്കാൻ പേർഷ്യ പോകുന്ന. അയ്യോ ശരി, ബാക്കി എടുത്തോട്ടെ പ്ലീസ്. ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റ് എടുത്ത് കമന്റും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. പീപ്പിൾ ആർ മിസ്സിംഗ് യു ഗൈസ്. എവിടെയാണ് ഇത്ര കാലം? എടാ പണിയെടുക്കട്ടാ, റെക്കോർഡ് ചെയ്യട്ടെ. ബാക്കി റെക്കോർഡ്
ഓക്കെ ഓക്കെ, നിങ്ങളെ പരിപാടി എടുക്കട്ടെ, ഞാൻ വെറുതെ വിളിച്ചാണ്. ഓക്കെ ശരി ബൈ ഓക്കെ ശരി. കോമഡി ആനിമകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ മറ്റൊരു കോമഡിയും കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതെ. കോമഡി അല്ല, നമ്മൾ സൈഫൈ പറഞ്ഞു. സൈഫൈ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് അവസാനം ഞാൻ കണ്ടത് മറ്റേ ഗോസ്റ്റ് ഇൻ ദ ഷെൽ ആണെന്നാ തോന്നുന്നത്. പാർട്ട് സൈഫൈ അല്ല, സൈഫൈ പ്ലസ് മെക്ക എന്നുള്ള സ്കീമിലുള്ള സാധനമാണ് ഗോസ്റ്റിന്റെ ഷെൽ എന്നുള്ള സാധനം. കൗബോയ് ബീബോപ്പ് അക്കീറ അത് രണ്ടും ഞാൻ കണ്ടു. കൗബോയ് ബീബോപ്പ് സൈഫൈ കൗബോയ് ബീബോപ്പും കണ്ടിട്ടുണ്ട്. സൈഫൈ വരുമോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയം. സൈബർ പങ്ക് സൈഫൈ ആണല്ലോ. സൈബർ പങ്ക് എഡ്ജ് റണ്ണേഴ്സ് സൈഫൈ ആണ്. അത് കിടിലായിരുന്നു. പിന്നെ കൗബോയ് ബീബോപ്പ് ഒരു വളരെ വളരെ നല്ലൊരു ആർട്സി സാധനമാണ് സൈഫൈ എന്ന് പറഞ്ഞാൽ. കുറെ കൂടെ ആർട്സി സാധനമാണ്. പ്രോപ്പർ കൗബോയ്, സ്പേസ് കൗബോയ് ആണ്. പക്ഷെ നമ്മള് ഈ സൈഫൈ എന്ന് പറഞ്ഞ സാധനം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആനിമയിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും സിനിമകളും സീരീസും വെച്ച് നോക്കുമ്പോഴത്തേക്ക്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡാർക്ക് കാണുന്നു, 3 ബോഡി പ്രോബ്ലം കാണുന്നു, ഈവൻ കുറെ സൈഫൈ സീരീസുകൾ. ഇപ്പം അങ്ങനെയാണ് സ്ട്രേഞ്ചർ തിങ്സ്, ഡോക്ടർ സ്റ്റോൺ സൈഫൈ വരത്തില്ലേ? അതൊരു ഹോട്ടേക്ക് പറഞ്ഞാൽ മറ്റേ ഹിസ്റ്ററി, ഡ്രാമ, സൈഫൈ സ്കീമിലേക്ക് എല്ലാം ഉണ്ട്. കാര്യം ഹോൾ പോപ്പുലേഷൻ ഈസ് പെട്രിഫൈഡ്. അതിനുശേഷം സെങ്കു എണീക്കുന്നുണ്ട്. സെങ്കു കംപ്ലീറ്റ്ലി ലീഡ്സ് സയന്റിഫിക്കലി. ആസ് എ സയന്റിസ്റ്റ് അവന്റെ ആഗ്രഹം എന്താണോ ആ രീതിയിൽ ലോകത്തെ രക്ഷിക്കാൻ നോക്കുന്ന വ്യക്തിയാണ്. സോ ഹീസ് എ സയന്റിസ്റ്റ് ഇൻ എ മെഡീവൽ വേൾഡ്. വളരെ കുറച്ച് ആൾക്കാരാണ്. അപകടകാരിയായ മൃഗങ്ങളുണ്ട്, അപകടകാരിയായ മനുഷ്യരുണ്ട്. ആൻഡ് അപകടകാരിയായ മനുഷ്യനെയും കൂട്ടത്തിനെ ഉണ്ടാക്കിയത് അവനാണ് താനും. ഹി റെസ്ക്യൂഡ് മറ്റേ ദ സ്ട്രോങ്ങസ്റ്റ് ടീനേജർ ഇൻ ദ വേൾഡ്. ആ കഥാപാത്രത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. ഞാനും അല്ല ശരിയാ പറയാൻ. അത് മാത്രല്ല നമുക്ക് ബോംബ് ഉണ്ടാക്കാൻ അല്ല, നമുക്ക് ചായ ഉണ്ടാക്കാൻ പോലും ബോംബ് ഉണ്ടാക്കാൻ വരെ പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് അത് പ്രത്യേക ആനിമൽ എടുത്തു പറയുന്നുണ്ട്, ദിസ് ഇസ് ദ റിയൽ റെസിപ്പി, ഡോണ്ട് ട്രൈ ഇറ്റ് അറ്റ് ഹോം. അതായത് സയന്റിഫിക് ഫോർമുലാസ്, അതായത് നൈട്രിക് ആസിഡ് ഉൾപ്പെടെ അതിനകത്ത് പറയുന്നത് ഉണ്ടാക്കാനുള്ളതെന്നും എല്ലാം. ഡോക്ടർ സ്റ്റോൺ ആ കാര്യത്തിൽ മറ്റേ നമുക്ക് വേണമെങ്കിൽ ഒരു കെമിസ്ട്രി ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ആവശ്യ സാധനം അത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1980-90 കാലഘട്ടം ആസ്ട്രോബോയുടെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സൈഫൈ ആനിമേഷന്റെ പീക്ക് ടൈം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഇതിനോട് ഉള്ള ഇഷ്ടം ആൾക്കാർക്ക് കുറഞ്ഞു തുടങ്ങി. അവർക്ക് വേണ്ടുള്ളത് കുറച്ചും കൂടി നമ്മൾ പറഞ്ഞ ഷോനൻ ഫാന്റസി അങ്ങനെയുള്ള സാധനമാണ്. അപ്പോൾ സൈഫൈക്ക് അതിൻ്റെ ഒരു ആഗ്രഹം ആൾക്കാർക്ക് വളരെയധികം കുറഞ്ഞു തന്നെ പറയാം. അതേ സമയത്ത് തന്നെ വെസ്റ്റേൺ കൾച്ചറിൽ സൈഫൈ എന്ന് പറയുന്നത് ഭൂമിയിലോട്ട് പോവുകയും ചെയ്തു 90s ശേഷം. ഇപ്പൊ നമ്മളിവിടെ എത്ര പടങ്ങള്, എത്ര സീരീസുകൾ. പക്ഷെ കമ്പയറിംഗ് ടു ദാറ്റ് മലയാളത്തിൽ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ട്രെൻഡ് നമുക്ക് ഇങ്ങനെ ഇറങ്ങി. പക്ഷെ ആൾക്കാർ ഇപ്പോഴാണ് കുറച്ചും കൂടെ ഓപ്പൺ ടു എക്സ്പെരിമെന്റിങ്. ആ സംഭവങ്ങൾ ഓപ്പൺ ടു എക്സ്പെരിമെന്റിങ് ഇപ്പോഴാണ്. ഈ നമ്മുടെ ഈ വൺ ഓഫ് ദി ലൈക്ക് സൈഫൈ തന്നെ ബിഗസ്റ്റ് ഹിറ്റ്സ് ലാസ്റ്റ് ഇൻ 5 years നമ്മുടെ അലീറ്റ ബാറ്റിൽ ഏഞ്ചൽ, അതും വളരെ നൈസ് ഒരു ടേക്ക് ആയിരുന്നു. അപ്പം ആൾക്കാർ എക്സ്പെരിമെന്റിങ് എന്നുള്ള മലയാളത്തിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വളരെ റീസൺ ആകെ 2 പടങ്ങൾ എനിക്കിപ്പോ മനസ്സിൽ വരുന്നുള്ളൂ. ഗഗനചാരിയും നയൻ എന്ന് പറയുന്നത്. നയനകത്ത് കുറച്ച് സൈഫൈ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഗഗനചാരി വാസ് എ ഹ്യൂജ് തിങ്. നൈസ് പടമായിരുന്നു, കാണാനും കൊള്ളാം. People get it fast. വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് സൈഫൈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ വർക്കാണ്. We are really looking forward to it. അപ്പം ആ ഒരു റിസ്ക് എടുക്കാനുള്ള ധൈര്യം ഉണ്ടല്ലോ, ദാറ്റ്സ് ലൈക്ക് ഹൈലി അപ്രീഷിയബിൾ. അതിനൊക്കെ തന്നെ താനെന്റെ ബഹുമാനത്തിന്റെ സെറ്റിങ് 50 ശരി 90 അത് ശരി. ഇപ്പം ഏറ്റവും കൂടുതൽ ഡിക്ലൈനിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ നമ്മൾ റീസെന്റ് ആനിമകൾ, അടുത്ത് ഇറങ്ങാൻ പോകുന്ന ആനിമകൾ 2024 ആനിമകൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. ഇതിനകത്ത് 2-നും ഒരൊറ്റ സൈഫ് ആനിമകൾ വന്നിട്ടില്ല. പക്ഷേ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആനിമ ഈസ് സ്റ്റെയിൻസ് ഗേറ്റ്. ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് സൈഫൈ ഷോ ദാറ്റ് ഐ എവർ സീൻ. സ്റ്റെയിൻസ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ടൈം ട്രാവൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് കിളി പറക്കുവോ? കിളിയൊക്കെ മറ്റേ അങ്ങ് എത്തും, സ്പേസിലെത്തും.
വരത്തില്ല, തിരിച്ചിങ്ങോട്ട് വരത്തില്ല. സ്റ്റേൻസ് ഗേറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ടൈം ട്രാവൽ സംസാരിക്കുന്നത് ഒരു വർഷമോ ഒരു മാസമോ ഒക്കെ എടുത്തിട്ടായിരിക്കും. ഇത് പറ്റിയ നിപ്പിൽ ടൈം ട്രാവൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഒന്നും പ്രോസസ് ചെയ്യാൻ ടൈം പോലും കിട്ടത്തില്ല അതിനകത്ത്. നമുക്ക് ജസ്റ്റ് സ്റ്റോറിയുടെ പേസിൽ അങ്ങ് പോകുമ്പോൾ ഒരിടത്ത് വെച്ചിട്ട് നമുക്ക് ക്ലിക്കായി തുടങ്ങും. അത്രയും നടക്കത്തുള്ളൂ സ്റ്റേൻസ് ഗേറ്റിൽ. വേറെ ഒരു പരിപാടി സ്റ്റേൻസ് ഗേറ്റ് കാണുമ്പോഴത്തേക്കും ചിന്തിക്കാൻ പോലും നിൽക്കാൻ പാടില്ല. കിട്ടൂല സീരീസ്, കിട്ടില്ല സാധനം. പിന്നെ ഈ പറഞ്ഞ കണക്ക് തന്നെ ഏതൊക്കെയായിരുന്നു, അക്കീറ ഉണ്ട്, വൺ ഓഫ് ദ അക്കീറ മൂവിയാണ്. അക്കീറയിലെ കുറെ ഐക്കോണിക് സാധനങ്ങളുണ്ട്. അക്കീറ സ്ലൈഡിങ് അത് അതിനുശേഷം ഇൻക്ലൂഡിങ് മൂവീസിൽ അക്കീറ സ്ലൈഡിങ് ഒരു വളരെ വലിയ സംഭവമായിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും. ജെയിംസ് ബോണ്ട്, വൂൾവറീൻ തുടങ്ങിയ സിനിമകളിൽ വരാം ഈ പറഞ്ഞ ബൈക്ക് സ്ലൈഡ്, അക്കീറ ബൈക്ക് സ്ലൈഡ് മസ്റ്റ് വാച്ച്. എന്നോട് ചോദിച്ചാൽ വളരെ വളരെ നൈസ് ഒരു പടമാണ് അക്കീറ. ലൈക്ക് ഒരു ക്വിന്റസെൻഷ്യൽ പക്ഷെ ഇപ്പോഴും ഫ്രഷ്. അക്കീറയുടെ മീം ഇസ് വളരെ ഫേമസ്. മറ്റേ അക്കീറ അത് പക്ഷേ കട്ട് അത് മറ്റേ സാധനം ബോയ്സ് വിത്ത് വൺ കോംപ്ലിമെന്റ് ദേ റിസീവ് വിത്ത് ദി റെസ്റ്റ് ഓഫ് देयर ലൈഫ്. ആ സാധനം ഗോസ്റ്റ് ഓഫ് ദ ഷെൽ നേരത്തെ പറഞ്ഞത്. കൗബോയ് ബീപ്പോപ്പ്, കൗബോയ് ബീപ്പോപ്പ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എവർ. നൈസ് ഫങ്കി ആനിമയാണ്. ഒരു കണ്ടിന്യൂവേഷൻ പ്രതീക്ഷിക്കരുത്. ഫസ്റ്റ് എപ്പിസോഡ് സെക്കൻഡ് എപ്പിസോഡ് തമ്മിൽ ഒരു ബന്ധവും കാണത്തില്ല. പിന്നെ കോമൺലി കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സൈഫ ആനിമകളിൽ ആനിമേഷൻ വളരെ മോശമായിരിക്കും. വെച്ചിട്ടുണ്ടോ? സ്റ്റേജ് ഗേറ്റ് ഉൾപ്പെടെ എല്ലാത്തിന്റെ അക്കീറ ആണെങ്കിലും പഴയത് പക്ഷെ ആനിമേഷൻ കിടിലമായിട്ടുള്ള ഒരെണ്ണം ആകെ സൈബർ പങ്ക്. അത് പുതിയതായോണ്ടാണ്. പഴയ ആ ടൈം പീരീഡിനെ റെസ്പെക്ട് ചെയ്യുന്ന അനിമേഷൻ സ്റ്റൈൽ തന്നെയാണ് ഗുഡ്. ന്യൂവസ്റ്റ് ആയിട്ടൊന്നും ഇറങ്ങാത്തോണ്ടാണ് അനിമേഷൻ കിട്ടാത്തത്. അതാണ് സൈഫയുടെ കാര്യം. അടുത്ത സ്ലൈസ് ഓഫ് ലൈഫ് കണ്ടിട്ടുണ്ടോ? യുവർ ലൈൻ ഏപ്രിൽ, ബെക്ക് മംഗോളിയൻ ചോപ്പ് സ്ക്വാഡ്. ലൈക്ക് ഞാൻ ഫസ്റ്റ് 2 എപ്പിസോഡേ കണ്ടുള്ളൂ. ഇറ്റ്സ് എ വെരി ഒരു ന്യൂ ടോപ്പിക്കാണ്. നമ്മൾ യൂഷ്വലി കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമല്ല. ഇറ്റ്സ് വെരി ലൈക്ക് ബോയ് മൂവ്സ് ഇൻ എ നെയ്ബർഹുഡ്, ഹി മീറ്റ്സ് എ ന്യൂ പീപ്പിൾ, അവിടെ ഒരു പുതിയ ഗ്യാങ് ഓഫ് ആൾക്കാരുണ്ട്, ഹീസ് ഇന്ററാക്ടിങ് വിത്ത്, അങ്ങനെ ഒരു സംഭവമാണ്. അതാണ് ഫസ്റ്റ് 2 എപ്പിസോഡ് എനിക്ക് മനസ്സിലായത്. ഇറ്റ്സ് എ ഗുഡ് വാച്ച്. പേരെന്താ പറഞ്ഞു? ബെക്ക് മംഗോളിയൻ ചോപ്പ് സ്ക്വാഡ്. രസമാണ് സാധനം. നീ കാണാറുണ്ടോ സ്ലൈസ് ഓഫ് ലൈഫ്? ഞാനും യുവർ ലൈൻ നീവായിട്ട് അങ്ങോട്ട് ചേർന്ന് പോകാത്ത സാധനങ്ങളാണ്. അതെ, റൊമാൻറ്റിക് ഡ്രാമ, കോമഡി ഒക്കെ കാണാറുണ്ട്. നിനക്ക് പറ്റിയ പരിപാടി അല്ല. സ്ലൈസ് ഓഫ് ലൈഫ് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ബെക്ക് മംഗോളിയൻ ചോപ്പ് സ്ക്വാഡിൽ മറ്റേ മ്യൂസിക്കൽ പരിപാടി സംഭവങ്ങളൊക്കെയാണ്. അതും ഒരു ശ്രമിച്ചു. ആകെ ഞാൻ അതിൽ കണ്ടിട്ടുള്ളൂ സ്ലൈസ് ഓഫ് ലൈഫ് എന്ന് പറയാൻ കണ്ടിട്ടുള്ളത് അത് മാത്രമേ ഉള്ളൂ. യുവർ ലൈൻ ഏപ്രിൽ മാത്രമേ ഉള്ളൂ. സ്ലൈസ് ഓഫ് ലൈഫ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡ്രാമ. ചിലപ്പം ഇത് കണ്ടല്ലേ ഐ വാണ്ട് ടു ഈറ്റ് യുവർ പാൻക്രിയാസ്. സോ അവന്റെ മെയിൻ സാധനങ്ങളാണ് ഈ പറഞ്ഞ ഈ സ്ലൈസ് ഓഫ് ലൈഫ്. സത്യം പറഞ്ഞ നീ സിനിമ ഇൻക്ലൂഡ് ചെയ്തു, എല്ലാം ഇൻക്ലൂഡ് ചെയ്യടാ. പിന്നെ അവന്റെ മെയിൻ വില്ലൻസ് മറ്റേ പാൻക്രിയാറ്റിക് ക്യാൻസർ, വണ്ടി ഇടിച്ച് പ്രേമിച്ച് അങ്ങേ അറ്റത്തെത്തുമ്പോ ഒന്നുകിൽ നായകനെ കൊല്ലണം, അല്ല നായികയെ കൊല്ലണം, അല്ല രണ്ടുപേരും ചത്തു. അത് വെറും ചത്തതിലും കാര്യമല്ല, വല്ല അസുഖം വന്ന് മറ്റേ ദണ്ഡിച്ച് ചാവണോ. വിസ്പർ ഓഫ് ദ ഹാർട്ട്, യുവർ ലൈൻ ഏപ്രിൽ, പിന്നെ നമ്മുടെ മക്കോട്ടോ ഷിങ്കായുടെ ഇഷ്ടം പോലെ പടങ്ങളുണ്ട്. നമ്മുടെ ആ സാധനം. പിന്നെ നമ്മുടെ ഇത് അതാ മറ്റേ ഡേറ്റ് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇന്നത് 5th of ഏത് ഡേറ്റാ ഞാൻ പറഞ്ഞതായി, 19 വെതറിംഗ് വിത്ത് യു, യുവർ നെയിം, സുസുമെ. പക്ഷെ അതിനകത്ത് ഫാന്റസി എലമെന്റ് ഉണ്ടെങ്കിലും യുവർ നെയിമിന് ടൈം ട്രാവൽ സംഭവം ഉണ്ടെങ്കിലും റൊമാൻറ്റിക് ആ ഒരു ബാക്ക് ഡ്രോപ്പിൽ പോകുന്ന സാധനം, റൊമാൻറ്റിക് ഡ്രാമ ബാക്ക് ഡ്രോപ്പിൽ പോകുന്ന 5 cm/s. 5 cm/s. ഇതെല്ലാം ഈ പറഞ്ഞ സ്ലൈസ് ഓഫ് ലൈഫിൽ മറന്നുപോയിരുന്നേത്. നീ കംപ്ലീറ്റ് ചെയ്തോ? ഞാൻ സിനിമയുടെ സംഭവം കിട്ടും, നമ്മൾ സീരീസ് ഡിസ്കഷൻ ആയതുകൊണ്ട്. പിന്നെ അക്കീറ സംസാരിച്ചപ്പോഴേ അക്കീറ സിനിമയാണല്ലോ. അപ്പൊ സിനിമ അപ്പോഴാണ് ഞാൻ പിന്നെ സിനിമയും വരും. വയലറ്റ് എവർഗാർഡൻ ഞാൻ കണ്ടില്ല. വയലറ്റ് എവർഗാർഡൻ വാച്ച് ലിസ്റ്റിലുള്ളത്.
ക്ലന്നാട്, വയലറ്റ് എവർ ഗാർഡൻ, അല്ലെങ്കിൽ ക്ലാനാട് മൈ ഹാപ്പി എല്ലാരും മാരേജ് മറ്റേ അതിനകത്ത് വരുന്നതാണ്. ക്ലാനാട് എല്ലാരും മറ്റേ കണ്ടു സൂപ്പറാണെന്ന് പറയുന്നത്. പിന്നെ കുറെ ഈ ചൈനീസ് ആനിമകൾ കുറച്ച് 2-3 ഉണ്ട് ഈ പറഞ്ഞ ഞാൻ കണ്ടിട്ടുള്ള സ്ലൈസ് ഓഫ് ലൈഫിനകത്ത് വരുന്ന. ചൈനീസിന്റെ സെൻസറിങ് കാരണം ഞാൻ പിന്നെ അങ്ങോട്ട് പോകാറില്ല. ഇറ്റാച്ച് ചോരെ കുളിച്ച് കിടക്കുന്നുണ്ടോ എനിക്ക് മതിയായി. സിംപ്ലി പറയുകയാണെങ്കിൽ സ്ലൈസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാമ എന്നൊറ്റ വാക്ക് വേണമെങ്കിൽ പറയാം. അത് കോമഡി വരും ബാക്ക് ഡ്രോപ്പ് ആയിട്ട്, ചിലപ്പം റൊമാൻസ് വരും, ചിലപ്പോൾ ട്രാജഡി ആയിരിക്കാം. ഇപ്പം ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ട്രാജഡിയുടെ അങ്ങേയറ്റ സാധനമാണത്. പക്ക ഡ്രാമ സിനിമ. അങ്ങനെ ഒരു ഇത് അതായത് ഒരാളുടെ ലൈഫിനകത്ത് നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കാണിച്ചുകൊണ്ട് ആ ഒരു ബാക്ക് ഡ്രോപ്പിലായിരിക്കും. അതായിരിക്കും എൻ്റെ സിനിമയുടെ പ്ലോട്ട് അല്ലെങ്കിൽ സീരീസിൻ്റെ പ്ലോട്ട്. ഇപ്പൊ ഗ്രേവ് ഓഫ് ദ ഫയർഫ്ലൈസിന്റെ റീൽ എല്ലാരും കണ്ടിട്ടുള്ളതായിരിക്കും. അത് സിനിമ കണ്ടിട്ടുള്ളതായിരിക്കും. സ്ട്രോമ ഗൈസ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ലീസ്റ്റ് ഫേവറേറ്റ് ജോൺറ മെക്ക. 11th വൺ ഓഫ് ദ ഫേവറേറ്റിനകത്ത് വരുന്നതാണ് മെക്ക. സിംപ്ലി നിയോൺ ജെനിസിസ് എവാങ്കലിയോൺ. പിന്നെ ഗോസ്റ്റിന്റെ ഷെല്ലുണ്ട്, ഗുണ്ടമുണ്ട്, പിന്നെ 86 ഉണ്ട്. കുറച്ച് എന്തിനാണ് ഒരുപാട് പേര് കണ്ടിട്ടുള്ളതായിരിക്കും. ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് എഴുതിയിട്ടുണ്ട്. ഫാൻസ് ഇഷ്ടം പോലെ ഉണ്ട്, ഒത്തിരി ഉണ്ട് ആ സീരീസ്. അപ്പൊ എന്ന് കണ്ടു തീർക്കാനത് ഇപ്പൊ സ്റ്റിൽ റിലീസിംഗ് അല്ലേ? ഞാൻ കണ്ടിട്ടുള്ള നമ്മുടെ ട്രിവാൻഡ്രത്തെ കഴിഞ്ഞ ഇവന്റിന് ഒരു പയ്യൻ വന്നിട്ട് ഗുണ്ടൻ കാണുന്നവരൊക്കെ ഉണ്ടല്ലേ ബ്രോ, ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. അത് തിരുവനന്തപുരത്ത് വെച്ചിട്ടുള്ളതല്ലേ? ഞാനും ഉണ്ടായിരുന്നു അമ്മമാരോട്. കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടാ. ഞാൻ അവർ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടായിരുന്നു. ഗുണ്ടൻ മറിച്ച് വേണം എന്നാ സൈഡിൽ മറ്റേ തൂക്കിട്ടുന്ന ഒരു ബാനറിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആ ബാനർ എടുത്തോണ്ട് പോയി കൊള്ളാന്നുണ്ട്. അത് വേറെ ഏതോ പയ്യൻ വരച്ച സാധനമായിരുന്നു അത്, തിരിച്ചു കൊടുത്ത് വിട്ടു. അതുപോലെ തന്നെയാണ് AOT ഒരു മെക്കാനിമയാണ്. അത് കോൺട്രവേഴ്ഷ്യൽ അല്ല, അതിപ്പോ ഒരുമാതിരിപ്പെട്ടവരെല്ലാരും അംഗീകരിക്കുന്ന ഒരു സാധനം. എന്താ മറ്റേത് മെക്കാനിക്കൽ സൂട്ട്, ഇത് ഫ്ലഷ് സൂട്ട്. അതിനകത്തൊന്ന് മെക്കാനിക്കൽ ഷൂട്ട് എന്ന് പറയുമ്പോ ആ മെക്കാനിക്കലിനാണല്ലോ ഇപ്പോഴത്തെ ഇത് വേണമെങ്കിൽ നീ ഫ്ലഷ് ആനിമേ എന്ന് പറഞ്ഞു വൃത്തിയായിട്ട ചളിയായിട്ട് വന്നു. അവൻ തിരിച്ച് കുഴപ്പമില്ല. എനിക്ക് നിയോൺ ജെനിസിസ് ഭയങ്കര ഇഷ്ടമാണ്. നിയോൺ ജെനിസിസ് കാണാത്ത ഞാൻ എല്ലാരും ഭയങ്കര ഇഷ്ടമാണ് നിയോൺ ജെനിസിസ്. ഉള്ള കാര്യം പറയാലോ. 26 ക്ലൈമാക്സ് എന്തായാലും കാണേണ്ടതാണ്. അടിപൊളിയാണ് ഗൈസ്. ഒരു കൂറ ചെറുകാനും മറ്റേ പടകം ബോയ് വിത്ത് മമ്മി ഇഷ്യൂസ്, ഡാഡി ഇഷ്യൂസ്. ആ പെങ്കൊച്ചു കൊള്ളാം. അടിപൊളിയാണ്. ഞാനിത് കണ്ടിട്ടുള്ളത് ഡാർലിംഗ് ഇൻ ദ ഫ്രാങ്ക്സ്. പക്ക മറ്റേ ടിപ്പിക്കൽ സാധനമാണ്. ഗോസ്റ്റിന്റെ ഷെല്ല് നേരത്തെ പറഞ്ഞത്. ഫുൾ മെറ്റൽ പാനിക് ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റുമായിട്ട് എന്തോ ബന്ധമുണ്ടോ. അങ്ങനെയാണ് ഞാൻ ഈ സാധനം എടുത്ത് നോക്കുന്നത്. പിന്നെ ഇത് വായിച്ചുള്ള സീറ്റ് വെറുതെ ഇരുന്ന് കണ്ടു. പിന്നെ ഗൺബസ്റ്റർ ഉണ്ട്. കാബനേരി ഓഫ് ദ അയൺ ഫോർട്രസ് ഫാന്റസി വരുമോ? അതെങ്ങനെയാ ഇതിൽ പറഞ്ഞേ? ഞാൻ കണ്ടിട്ടുള്ളൂ. കാബനേരി ഓഫ് ദ അയൺ ഫോർട്രസ് അതൊരു വൈബ് സാധനമാണ്. മറ്റേ സോംബി അപ്പോക്കലിപ്സ്, ഒരുത്തിന് അസുഖം വരും, അവൻ മറ്റേ ഒരു സൂട്ട് ഉണ്ടാക്കി എഞ്ചിനീയർ ചെയ്ത് ഉണ്ടാക്കിയിട്ട് ആ ഇൻഫെക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അവൻ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ട്രെയിനിൽ കയറി പോകണം. നമ്മുടെ മറ്റേ ക്രിസ് എവൻസിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ഒരു ബുള്ളറ്റ് ട്രെയിൻ, സ്നോ പിയേഴ്സറിന്റെ സെറ്റപ്പ് പോലത്തേക്ക് അടിപൊളിയാണ്. അതിനകത്ത് അങ്ങനെയല്ലോ. അതിനകത്ത് അങ്ങനെയല്ല. നീ ഇപ്പൊ കഥ പറഞ്ഞ മറ്റേ ക്രൈസിസ് ഗെയിമിന്റെ ഒരു സെറ്റപ്പ്. ഓൾമോസ്റ്റ്. പക്ഷേ കാബനേരി ഓഫ് അയൺ ഫോർട്രസ് അടിപൊളിയാണ്. If there are gamers out there, ക്രൈസിസ് സീരീസിന്റെ Can it run Crysis though? മറ്റേ PC ഗെയിമിംഗ് ബെഞ്ച് മാർക്കിന് ക്രൈസിസ് ആയിരുന്നു ഒരു സമയം. അത് പിന്നെയാണ് എക്സ്ബോക്സ് ഒക്കെ വന്നത്, പിന്നെയാണ് ഹേലോ ഒക്കെ വന്നു തുടങ്ങി. പണ്ട് PC ഗെയിമിങ്ങിന് ക്രൈസിസ് വരുമ്പോഴത്തേക്കും കമ്പ്യൂട്ടർ കത്തിപ്പോണ സീനൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊരു സീനുണ്ടോ, അതായത് ഇവൻ ഈ പറഞ്ഞ ഈ മെക്ക ജോണറിൽ പെടുത്താൻ പറ്റുന്ന ഒരു സാധനമാണ്. ഏലിയൻ ടെക്നോളജി വെച്ച് സൂട്ട് ഇടുന്നു. സോ അറ്റ് വൺ പോയിന്റ് ഒരു മറീൻ വരുക, ഒരു മറീൻ ഗ്രൂപ്പ് വരും, അവരുടെ ഷിപ്പ് തകരും ന്യൂയോർക്ക് സിറ്റിയിലേക്ക്. ഈ സൂട്ടിനകത്തുണ്ടായിരുന്ന ആളെ ഇൻഫെക്ഷൻ ബാധിച്ചു, അയാൾ സൂട്ടിൽ നിന്ന് ഇറങ്ങി ഇവനെ അതിനകത്താക്കിയിട്ട് അയാൾ ആത്മഹത്യ ചെയ്യും. സോ അറ്റ് ദി എൻഡ് ഓഫ് ദ ഗെയിം ഹിസ് കോൺഷ്യസ്നെസ് ഇസ് സ്റ്റിൽ ഇൻ ദ സൂട്ട്. ആദ്യം മരിച്ച ആളെ.
സോ അയാളെ പ്രോഫിറ്റ് എന്ന് എല്ലാവരും വിളിച്ചോണ്ടിരുന്നത്. ഈ ക്രൈസിസ് 2 ആണോ 3 ആണോ എനിക്കറിയില്ല. 2 കഴിഞ്ഞിട്ട് ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ഒരു സീനുണ്ട്, മറ്റേ കോള് വരും. ഇപ്പൊ ഈ ക്രൈസിസ് പറഞ്ഞില്ലേ, ഡണ്ടറാണിൽ ഇനി ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ആ ക്യാരക്ടർ സ്റ്റോറി ഏകദേശം ഇതേ ഒരു സിമിലാരിറ്റി ഉണ്ട്. എവരിത്തിങ് ഈസ് കണക്റ്റഡ്. ഒരു ഏലിയൻ വരുന്നതും ആ സ്യൂട്ട്, എവരിത്തിങ് ഈസ് കണക്റ്റഡ്. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നവോക്കി ഒറസാവ. സെയിനൻ കാറ്റഗറി പെടുന്ന മനുഷ്യനാണ്. അപ്പോഴേ നമ്മൾ പറയുമ്പോഴത്തേക്ക് ദ വേൾഡ്. അതെ, is പുള്ളിയുടെ സെയിനൻ മാങ്കാസ് 4 ഉള്ളത്. മോൺസ്റ്റർ, 20th സെഞ്ചുറി ബോയ്സ്, ബില്ലി ബാറ്റ്, പ്ലൂട്ടോ. 4 മാങ്കാസ് ആണുള്ളത്. വേറെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ 4 എനിക്കറിയാവുള്ളൂ. അതിൽ എസ്പെഷ്യലി 20th സെഞ്ചുറി ബോയ്സും ബില്ലി ബാറ്റും മോൺസ്റ്ററും. ഇത് 3 വായിച്ച് കഴിഞ്ഞാൽ പ്ലൂട്ടോ കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. പക്ഷെ ഇത് 3ലാണ് പുള്ളിയുടെ പൊളിറ്റിക്സ് വളരെ പൊളിറ്റിക്സ് ഏറ്റവും കൂടുതലുള്ളത് ഈ പറഞ്ഞ ഇതിനകത്താണ്. ബില്ലി ബാറ്റിനകത്ത് 20th സെഞ്ചുറി ബോയ്സിനകത്ത്. 20th സെഞ്ചുറി ബോയ്സിൽ കുറച്ചും കൂടി ഈ കോൺസ്പിറസി തിയറീസ് ആണ് സംസാരിക്കുന്നത്. ബില്ലി ബാറ്റിലാണ് പൊളിറ്റിക്സ് സംസാരിക്കുന്നത്. ആൻഡ് ഈ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താന്ന് പറഞ്ഞാൽ നവോക്കി ഒറസാവയുടെ ഒരു മാങ്കയ്ക്കും ഒഫീഷ്യൽ ട്രാൻസ്ലേഷൻ ഇതുവരെ വന്നിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒഫീഷ്യൽ ട്രാൻസ്ലേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റുഡിയോയിലെ ആൾക്കാർ അത് അകാരണമായി മരണപ്പെടും എന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ട്. കൈ കടത്തിയിട്ടില്ല ഒരിക്കലും. അതെ, എന്താ പറയാ, നിസ്സംശയമായ അവസ്ഥയിലുണ്ടായ തീയിൽ 20 പേരും മരിച്ചു എന്നൊക്കെ വരും. വെറുതെ എന്തിനാന്ന് ഓർത്താണ്ടായിരിക്കും. അങ്ങനെയാണ്. പിന്നെ ഉള്ളത് ഗണ്ടമുണ്ട്, 86, ന്യൂജലിസ് എവാംഗലിയൻ, പിന്നെ ദ ടോപ്പ് മെക്ക ആനിമെ. ഈവൻ ഐ ലൈക്ക് ഇറ്റ്, നോട്ട് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആനിമെ. ഈ പറഞ്ഞ മാനിപ്പുലേറ്റീവ് MC ഒക്കെ എനിക്ക് ഇഷ്ടമായൊരു കോഡ് ഗിയാസ് ഉണ്ട്. ലിലൂച്ച് അത് കിടിലം ആനിമയാണ്. കോഡ് ഗിയാസ്. അടുത്തെന്ന് പറയുന്നത് എച്ചി ആൻഡ് ഹരം. നമുക്കൊരു ഹരമാണിത് പറയുമ്പോൾ, മനസ്സിലായില്ലേ? ഇംഗ്ലീഷിൽ എഴുതുമ്പോ പോലെ ഇഷ്ടം പോലെ ഉണ്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഇത് കൊടുത്തേക്കുന്നത് എന്തിനാ, റെക്കമെൻഡേഷൻസ് കൊടുത്തേക്കുന്നത് എന്തിനാ, മനസ്സിലായി. അത് ആദ്യം നമുക്ക് ഇതുകൾ ഓരോ റെക്കമെൻഡേഷൻ പറയാം. ഹൗ നോട്ട് ടു സമ്മൺ എ ഡീമൺ ലോർഡ്, റെന്റ് എ ഗേൾ ഫ്രണ്ട്, മൈ ഡ്രസ്സപ്പ് ഡാർലിംഗ്, മൈ ഫേവറേറ്റ് എച്ചി ഹരം ആനിമെ, മൈ ഡ്രസ്സപ്പ് ഡാർലിംഗ്. അതിനൊക്കെ തന്നെ മദർ ഓഫ് ഗോഡസ് ഡോർമെട്രി, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതാ എനിക്ക് ചിലതിൻ്റെ സ്റ്റോറി ഒന്നും എനിക്ക് ഇഷ്ടമുള്ളൂ. ഈ 2 എണ്ണമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. മൈ ഡ്രസ്സപ്പ് ഡാർലിംഗ്, മദർ ഓഫ് ഗോഡസ് ഡോർമെട്രി. പിന്നെ ദ കഫേ ടെറസ് ആൻഡ് ഇറ്റ്സ് ഗോഡസ്, അതും ശരി നശം നല്ല സാധനമാണ്. ഇത് പറയുമ്പോൾ എല്ലാം ഇഷ്ടം. ഡേറ്റ ലൈവ് നല്ല സാധനമാണ്. യമഡാക്കുൻ ആൻഡ് 7 വിച്ചസ് വിത്ത് W ആൻഡ് ഹൈസ്കൂൾ DD. കറണ്ട് ഫേവറേറ്റ് അല്ല, അത് അവസാനം വരുന്നുണ്ട്. ദ ക്വിൻറ്റസെൻഷ്യൽ ക്വിൻറ്റപ്ലച്ച്. അവസാനത്തെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അത് ഇത് നല്ല സാധനം കേട്ടോ. അത് ഇച്ചിരി ഫേമസ് ആണ്. ഈ പറഞ്ഞ എച്ചിഹരം ജോൺറയിൽ ഫേമസ് ആണ് ക്വിൻറ്റസെൻഷ്യൽ ക്വിൻറ്റപ്ലച്ച്. അടുത്തത് ഹൈ സ്കൂൾ ഓഫ് ദ ഡെഡ്, പിന്നെ പ്രസന്റ് സ്കൂൾ. ഇതൊക്കെയാണ് ഹരം എച്ചിയിൽ എൻ്റെ റെക്കമെൻഡേഷൻസ്. സംഭവം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്തോ ഇങ്ങനെ പറയാൻ പറ്റൂടാ എച്ചിഹരം. അത് നമുക്ക് ഇവൻ പറഞ്ഞു തരുന്നതായിരിക്കും. എനിക്ക് അതിൽ കൂടുതൽ പറയാനൊന്നും. നയനസുഖത്തിന് വേണ്ടി മാത്രം കുറച്ച് സ്റ്റോറിയും ബാക്കി കുറെ നയനസുഖമുള്ള സെറ്റ് ഓഫ് അനിമേസ്. പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതൊന്നുമല്ലോ, അതുകൊണ്ട് നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. മറ്റു സുഖങ്ങളിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ പ്രൈവസിയിൽ ചെയ്യുക. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, ബാക്കിയുള്ളവരെ ഉപദ്രവിക്കരുത്. ആ ചിരിക്കണ മനസ്സിലാവും നിങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന്. പിന്നെ കമ്പ്യൂട്ടറിലോ ഫോണിലോ വീണ് കഴിഞ്ഞാൽ ചീത്തയായി പോകും ഉള്ള കാര്യം. കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടെ അല്ല ഇപ്പം നമ്മളിപ്പോ നയനസുഖം എന്ന് പറയുമ്പോ ചില ആൾക്കാർ മറ്റേ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് പറയും വേണമെങ്കിൽ. അല്ല, അത് ഇവിടെ നമ്മൾ ഈ ഒരു ഇതിൽ പറയുമ്പോഴത്തേക്കും, പക്ഷെ അതിന് ഇംഗ്ലീഷ് വേർഡ് തന്നെ അവര് പറയുന്നത് എന്തോ, ഈ പറഞ്ഞ ആനിമയില് തന്നെ പറയുന്നത് എന്തോ, ഫാൻ സർവീസ്. ഈ ഒരു വേർഡ് തന്നെ അതിന്റെ അർത്ഥം എല്ലാം ഉണ്ടല്ലേ, ഫാൻ സർവീസ്. അതെ, അപ്പൊ ഫാൻ സർവീസ് ഉള്ള സെറ്റ് ഓഫ് അനിമേസ് ആണ്.
എച്ചി പിന്നെയുള്ള കാറ്റഗറി ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ് വേണ്ടതെന്നുള്ളത് അറിയാം. കോഡ് യൂസ് ചെയ്യാനുള്ള അനിമയാണ്. അതെ, 6 നമ്പർ കോഡ്സ്, സോസ് കോഡ് യൂസ് ചെയ്യുന്ന സോഴ്സ് കോഡ് വിദഗ്ധന്മാർ രണ്ടുപേരും വന്നിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് അവരുടെ റെക്കമെൻഡേഷൻ ചോദിക്കായിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കില്ലായിരുന്നു. അടുത്ത മ്യൂസിക് ആനിമയാണ്. മ്യൂസിക് ആനിമ ഞാൻ ആകെ ഒന്നേ കണ്ടുള്ളൂ, ഒഷിനോക്കോ മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ കൾച്ചറിൽ മ്യൂസിക്കൽ ആനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്സാമ്പിൾ ഫ്രോസൺ ഇസ് എ മ്യൂസിക്കൽ ആനിമേഷൻ ആണ്, കാർട്ടൂണാണ് അത്. ഫ്രോസൺ വെസ്റ്റേൺ കൾച്ചറിൽ മ്യൂസിക്കൽ ആനിമേസ് ഇറക്കുന്നത് പാട്ട് പാടിക്കൊണ്ട് സംസാരിക്കുകയും പാട്ട് പാടിക്കൊണ്ട് അവരെ ഇമോഷൻസിനെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലാണ് വെസ്റ്റേൺ കൾച്ചറിൽ മ്യൂസിക്കൽ ഡ്രാമാസ് കൊണ്ടുവരുന്നത്. ഫ്രോസൺ ആയിക്കോട്ടെ, വേറെ അങ്ങനെയുള്ള കുറേ ഡിസ്നിയുടെ ഒരു ഏരിയ. പക്ഷേ അത് ആനിമയിലോട്ട് വരുമ്പം മ്യൂസിക്കൽ സീരീസ് എന്ന് പറയുമ്പം, മ്യൂസിക്കൽ ആനിമ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് മോസ്റ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ എ മ്യൂസിക്കൽ ബാൻഡ്. ഒരു മ്യൂസിക്കൽ ബാൻഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യനെ പറ്റിയോ മ്യൂസിക്കൽ തീം മാത്രമാണ്. അതിനകത്തൊരു മ്യൂസിക് പാടിക്കൊണ്ട് അല്ലെങ്കിൽ അതിനകത്ത് പാട്ടുകളിലൂടെ മറ്റേ അങ്ങനെ കാണിക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. പാട്ടുകൾ കാണും, ചിലപ്പോൾ ഓപ്പണിംഗ് സോങ് നല്ലതായിരിക്കും, എൻഡിങ് സോങ് നല്ലതായിരിക്കും മ്യൂസിക് ആനിമ ആയതുകൊണ്ട്. പക്ഷേ അതിനകത്ത് കൂടുതലും പറയുന്നത് ഒരു മ്യൂസിക് ബാൻഡിനെ പറ്റിയോ. നമ്മൾ സ്പോർട്സ് ആനിമയ്ക്കകത്ത് സ്പോർട്സിന് പകരം മ്യൂസിക് ഇട്ടാൽ എന്ത് ചെയ്യും, അതുപോലെ ആണ് മ്യൂസിക് ആനിമകൾ വരുന്നത്. ഒഷിനോക്കോ എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അങ്ങനെ ഒരു സീരീസ് ഇറങ്ങിയില്ലേ, എന്തോ ബാൻഡിറ്റ്സോ അങ്ങനെ കേട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മ്യൂസിക്കൽ ബേസ്ഡ് മ്യൂസിക്കൽ കോമ്പറ്റീഷൻ ഹാസ് സം ഗുഡ് മ്യൂസിക്. സീരീസിനെ കുറിച്ച് എനിക്കറിയില്ല, ഞാൻ പാട്ടുകൾ മാത്രമേ കേട്ടുള്ളൂ. പിന്നെ JJB മാത്രം നീ എവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല? ഞാൻ എവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല JJB. ജോജോ ബിസാർ അഡ്വഞ്ചറിനെ എവിടെയും ടു ബി ഓണസ്റ്റ് എല്ലാത്തിലും പ്ലേസ് ചെയ്യാൻ പറ്റും. ഫാന്റസി വരുന്നുണ്ട്, ഹൊററിൽ വരുന്നുണ്ട്, മ്യൂസിക് അല്ല അങ്ങനല്ല, മ്യൂസിക്കൽ ആനിമയ്ക്കത്തുള്ള മ്യൂസിക് ബാൻഡ് അവസാനം ഐക്കോണിക് മ്യൂസിക്സ് എല്ലാം അതുണ്ട്. മറ്റേ ഇവരുടെ എൻഡിങ് സോങ് റൗണ്ട് അബൌട്ടിന്റെ മറ്റേ ബേസ് പ്ലേ അത് JJBയിലാണ്. വേൾഡ് ഇറ്റ് സെൽഫ് ഇസ് ജോജോസ് മറ്റേ എന്തുവാ പറയണേ റെഫറൻസ്. അതുകൊണ്ടാണ് എനിക്ക് ഒന്നിനകത്ത് ഉൾപ്പെടുന്നത്. അറാക്കി ഒരു വാമ്പയർ ആണെന്ന് ഫാൻസ് പോലും പറഞ്ഞു കിടക്കുന്നത്. ഇങ്ങനെ ഫോട്ടോ എടുത്ത ഒരു പടമുണ്ട്, അതിനപ്പുറത്തൊരു മിറർ ഉണ്ട്. സോ ആ മിററിന്റെ ഈ സംഭവത്തിലായിരിക്കുന്നത് ഫോട്ടോഗ്രാഫർ അല്ല, അണ്ണന്റെ റിഫ്ലക്ഷൻ ഇല്ല അതിനകത്ത്. പുള്ളിക്ക് സ്റ്റാൻഡ് ഉണ്ടെന്ന് അറിയാം, പുള്ളിയുടെ ജീവിതം അറിയുന്നവരുണ്ട്. അത് രണ്ടെണ്ണം സത്യം പറഞ്ഞാൽ ഒന്നിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റാത്തതാണ്. ഞാൻ ജസ്റ്റ് ഉൾപ്പെടുത്തിയേ ഉള്ളൂ, ഷോനകത്ത് പറഞ്ഞു വിട്ടതേ ഉള്ളൂ. കാരണം രണ്ടെണ്ണത്തിനകത്ത് ഇനി മ്യൂസിക് വരുന്നുണ്ട്. JJB ഈ പറഞ്ഞ പോലെ അന്ന് അവൻ പറഞ്ഞതുപോലെ പാർട്ട് 7 വരെ എന്തോ അൺടിൽ പാർട്ട് 6 ഷോണൻ ജമ്പിലും, അത് കഴിഞ്ഞിട്ട് സെയിനൻ പബ്ലിഷ് ചെയ്യുന്ന ഏതോ മാഗസീനിലാണ് പബ്ലിഷ് ചെയ്തത്. കരുൺ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന്റെ വാസ്തവം എനിക്കറിയില്ല. പിന്നെ അവൻ ജോജോസിന്റെ ഏറ്റവും വലിയ ഫാൻ ആയതുകൊണ്ട് അതെ ഗിൻതാമ, ജോജോസ്, വൺ പീസ്, ഈ 3 സാധനത്തിലും കരുണിനെ നമുക്ക് നിസ്സംശയം വിശ്വസിക്കാം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് പറയുന്നു. അത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇതിനകത്ത് തന്നെ സബ് ജോണറുകൾ കുറെ വരും, നമ്മള് പറയാൻ കേൾക്കാൻ അവിടെ എവിടെയൊക്കെ ആയിട്ട് ചെറിയ സാധനങ്ങളുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒരു പോയിന്റേഴ്സ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ചൈനീസ് പോയാണെങ്കിൽ വുക്സിയ ഉണ്ട്, അങ്ങനെ പറഞ്ഞ അങ്ങനെ കുറെ പോകും. നമ്മൾ ജസ്റ്റ് ആനിമെ, ജാപ്പനീസ് ആനിമയുടെ മാത്രമാണ് മെയിൻ സംഭവങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്കറിയാവുന്നത് ഞങ്ങൾ പറയാത്തതുമായ ജോണേഴ്സ് ഉണ്ടെങ്കിൽ let us know. പിന്നെ ബാക്കി എന്തെങ്കിലും if you have any opinions regarding this anime also comment down below and basic like share subscribe let your friends know. ചോദിക്കരുത് ജോണർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്ലീസ്, നമ്മൾ വീഡിയോ അയച്ചാൽ ഒതുക്കിയതല്ല. Okay, so that's it for today. We'll see you next time. Bye.